പ്രൈസ് ലോർഡ്. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്നലെ മനുഷ്യൻ എന്തുകൊണ്ട് കൽപ്പനകളാലോ പ്രവൃത്തികളാലോ സ്വന്തം മനസാക്ഷിയാലോ നീതീകരിക്കപ്പെടുന്നില്ല എന്നും എന്തുകൊണ്ടെല്ലാം മനുഷ്യർ ഒരുപോലെ പാപികളെന്ന് ദൈവം ആ പ്ലേയിങ് ഫീൽഡ് ലെവലാക്കുവാൻ ദൈവം എന്തുകൊണ്ടാണ് തീരുമാനിച്ചതെന്ന് നമ്മൾ ഇന്നലെ ചിന്തിക്കുവാനിടയായി. കർത്താവിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് സെൽഫ് റൈച്ചസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. യേശുവിനെ ക്രൂശിച്ചത് അവർ തന്നെയായിരുന്നു, പാപികളല്ല. കർത്താവിനെ ക്രൂശിക്കാനുള്ള കാരണം പാപികൾക്ക് ദേഷ്യം വന്നതുകൊണ്ടല്ല, നീതിമാന്മാർക്ക് ദേഷ്യം വന്നതുകൊണ്ടാണ്. ഞങ്ങൾ ചെയ്യുന്നതൊന്നുമില്ല, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടതൊന്നുമില്ല എന്ന് വരുന്നത് ഒരു നീതിമാന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് കർത്താവിന് വേണ്ടി നിന്നിട്ടും ഇതൊന്നും കർത്താവ് കണക്കിടാതെ പാപികളെ നീതീകരിക്കാൻ, പാപികളുടെ കൂടെ പോയിരിക്കാൻ കർത്താവ് തീരുമാനിച്ചെന്ന് പറയുന്ന ഒരു നീതിമാനെ സംബന്ധിച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അവരുടെ നീതിക്ക് എന്തെങ്കിലും ഒരു വില, ഞങ്ങൾ വില കൊടുത്തിറങ്ങി. ഇതൊക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ വില കൊടുത്ത് ഇറങ്ങിയതല്ല, കർത്താവ് വന്ന് വില കൊടുത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പം നമ്മൾ കൊടുത്തു, നമ്മളെന്തോ ചെയ്തു എന്നുള്ളത് വരുമ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ എൻ്റെ നീതി അംഗീകരിക്കപ്പെടണം, എന്നെക്കുറിച്ച് രണ്ടുപേരും നല്ല അഭിപ്രായം പറയണം. കർത്താവ് വരെ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാലേ നമുക്ക് സമാധാനമുള്ളൂ. അപ്പോൾ ഈ ഒരു സെൽഫ് റൈച്ചസ്നെസ് ഉള്ളിടത്തോളം കാലം നമുക്ക് ദൈവത്തെ ശരിക്ക് വർഷിപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അതിനകത്തെല്ലാം നമ്മുടെ ഒരു പുകഴ്ച വരും. സ്വർഗത്തിൽ ചെന്നാലും കർത്താവും ഞാനും കൂടെയാണ് രക്ഷപ്പെട്ടതല്ലേ, അങ്ങനെയല്ലേ? പണ്ട് ഒരു ഉറുമ്പ് പറഞ്ഞ നേരമുണ്ട്, ഞാനും ആനച്ചേട്ടനും കൂടെ ഒരു മൂർഖൻ പാമ്പിനെ കൊന്നു, ചവിട്ടിക്കൊന്നു. ആനയുടെ മുകളിൽ ഉറുമ്പിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മഹത്വം ആർക്കും ഉണ്ട്, ഉറുമ്പിനുണ്ട്. അപ്പോൾ കൊന്നത് ആനയാണെങ്കിലും അതിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ആനച്ചേട്ടനും ഞാനും കൂടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു സുഖമാണ്. പക്ഷെ അവിടെ ഒരു ഗ്ലോറി, ദൈവത്തിന് കൊടുക്കേണ്ട ഒരു രക്ഷയുടെ ഗ്ലോറി, നമ്മളതിൻ്റെ ആ റൈച്ചസ്നെസ്സിൻ്റെ ആ ഒരു പോയിൻ്റ് അടിച്ചു മാറ്റാൻ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. ഇത് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്, ഈ ദൈവവുമായിട്ടുള്ള ഈ മത്സരം. നീതിമാനെ തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ ഇവിടെയുള്ള ഇത്ര ആൾക്കാരിൽ നീതിമാനെ തീരുമാനിക്കാൻ ആർക്കാണ് അധികാരം? നിങ്ങളുടെ മനസ്സിനകത്തൊരു ജഡ്ജ്മെൻ്റ് ഇല്ലേ, ഇവരൊക്കെ കൊള്ളാം, അവരൊന്നും കൊള്ളില്ല. അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു നീതിമാനെ തീരുമാനിക്കുന്ന ഞാൻ തീരുമാനിക്കും എന്നൊരു ചിന്തയുണ്ട്. ആദമിനോട് കർത്താവ് ചോദിച്ചു, നീ എന്താണ് മരത്തിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഞാൻ നിന്നോട് തിന്നരുതെന്ന് കൽപ്പിച്ച പഴം നീ തിന്നോ എന്ന് ചോദിച്ചപ്പോൾ ആദം പറഞ്ഞ എന്താണ്? അതെൻ്റെ കുഴപ്പമായിട്ട് നീ കാണരുത്. ഞാൻ ഒന്നും അറിയാതെ ഉറങ്ങിക്കിടന്നപ്പോൾ നീ എനിക്ക് തന്ന ഭാര്യയാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. ഞാൻ ഡിമാൻഡ് ചെയ്തനുസരിച്ചൊരു ഭാര്യയല്ല എനിക്ക് തന്നത്. ഡിമാൻഡ് ചെയ്യാൻ എനിക്ക് അവസരം പോലും കിട്ടിയില്ല. ഞാൻ നല്ല ഉറക്കമായിരുന്നു. കണ്ണു തുറന്നപ്പോൾ ഒരു ഭാര്യയെ നീ തന്നു. ആ ഭാര്യ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളായി പോയത് എൻ്റെ കുഴപ്പമാണോ? അപ്പോൾ നമ്മളായാലും ചിന്തിച്ച് നോക്കി, മാധവൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. കുറച്ചുകൂടെ നല്ലൊരു ഭാര്യയെ കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ കൊടുത്തില്ല. അത് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതായിരുന്നെന്ന് ചിന്തിച്ചാലും മതിയായിരുന്നു. ഇപ്പം കർത്താവ് പറഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതല്ല. എന്നാൽ പിന്നെ ഹവ്വയെ വിട്ടു. ഹവ്വയെ വിട്ടപ്പോഴാണ് കുളമായത്. അപ്പോൾ ആദം എങ്ങനെ ആലോചിച്ചിട്ട് ആദമിൻ്റെ ഒരു കുറ്റം അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ഈ സെൽഫ് റൈച്ചസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുറ്റം അല്ലാതെ ലോകത്തുള്ള എല്ലാവരുടെയും കുറ്റം നമുക്ക് മനസ്സിലാവും, നമ്മുടെ കുറ്റം മാത്രം മനസ്സിലാവില്ല. ആൾക്കാർ എന്താണ് എല്ലാവരും എന്നോട് ഇങ്ങനെ ശത്രുത? നിങ്ങളുടെ സ്വഭാവം അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്, പക്ഷെ നമുക്കത് മനസ്സിലായിട്ടില്ല. അപ്പം ആദം പറയാണ്, ഇങ്ങനത്തെ ഹവ്വയെ തന്ന നീയാണ് കാരണം. അപ്പോൾ ഹവ്വ പറയാണ്, ഹവ്വ പെന്തക്കോസ്തുകാരിയായിരുന്നു. ഹവ്വ പറഞ്ഞു, ഇതെല്ലാം സാത്താൻ ഒപ്പിക്കുന്നതാണ്, സാത്താൻ്റെ പോരാട്ടമാണ്, ഞാൻ അറിഞ്ഞതല്ല, ഇവൻ നിർബന്ധിച്ച് എന്നെ കൊണ്ട്. കേട്ടിട്ടില്ല ഇത്? ഭയങ്കര പോരാട്ടമായിരുന്നു, അങ്ങനെ എന്നെ അവൻ വീഴ്ചതാണ്. അപ്പോൾ ഈ സെൽഫ് റൈച്ചസ്നെസ്സിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഒരിക്കലും ഒരു ബ്ലെയിം എടുക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പിള്ളേരോട് സംസാരിച്ച്, നിങ്ങൾ ഈ സ്പൗസസിനെ തിരഞ്ഞെടുപ്പോൾ കല്യാണം കഴിക്കാൻ നല്ല വ്യത്യാസമുണ്ടല്ലേ? കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ എങ്ങനെ, ഒരു കുട്ടിയോട് പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയാണ് കല്യാണം കഴിക്കുക. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആളുടെ സ്വഭാവം വേറെയാണെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണ്ടേ? അല്ലെ പിന്നെ ജാതികൾ ചെയ്യുന്ന പോലെ പോയി അന്വേഷിച്ച് കണ്ടെത്തി ജീവിച്ച് നോക്കിയിട്ടൊന്നും കല്യാണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ.
അപ്പം ഞാൻ പറഞ്ഞു 100% ഉറപ്പല്ലെങ്കിൽ ഒന്നും ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അവരോട് അവരുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ചോദിക്കുക, പ്രധാന അനുഭവങ്ങൾ, മറക്കാൻ പറ്റാത്ത സംഭവങ്ങളെക്കുറിച്ച് ചോദിക്കുക. മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നാമത് രക്ഷയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ, പാപിയായിരുന്നു എന്നെ രക്ഷിച്ചു എന്നാണ് അയാൾ പറയുന്നതെങ്കിൽ, അയാളുടെ ജീവിതത്തിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത സംഭവം അതാണെന്ന് ഇപ്പോൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പറയിപ്പിക്കാം. സീക്രട്ടായത്, വേറെ ആരുടെയും പരസ്യമാക്കരുത്. അങ്ങനെ പറയുന്നതെങ്കിൽ ഓക്കെ, അതിനകത്തൊരു ദൈവിക അനുഭവം ഉണ്ട്, നമുക്ക് ഏകദേശം അനുമാനിക്കാം. ഉറപ്പ് പറയാനൊന്നും എപ്പോഴും പറ്റത്തില്ല. അല്ലെ പിന്നെ എന്നെ അപ്പനിട്ട് തടിച്ചതും അമ്മയുടെ അങ്ങനെ ചെയ്തതും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കഷ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ മനസ്സിലാക്കണം അപകടകാരിയാണ്. കാരണം അയാൾ ജീവിതത്തിൽ എവിടെ പോയാലും പരാതി പറയുന്ന ആളായിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ പരാതി ആയിരിക്കും പറയുന്നത്. തൃപ്തി ഇല്ലാത്തവരെന്നും തൃപ്തിയുള്ളവരായിരിക്കും. അവരൊരിക്കലും അവരെ ബ്ലെയിം ചെയ്യത്തില്ല. അപ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ അബദ്ധങ്ങൾ, തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഓർക്കാൻ അവർക്ക് പറ്റത്തില്ല. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അവർ പറയുള്ളൂ. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി കാണിക്കുന്നതാണ്. അതായത് സ്വയം ബ്ലെയിം എടുക്കാൻ പറ്റാത്ത അവർ എന്തിനും മറ്റുള്ള കുറ്റം പറയും. നിന്നെ കല്യാണം കഴിച്ച അന്ന് മുതലാണ് എനിക്ക് ഗതികേടുണ്ടായത്. കേട്ടിട്ടുണ്ടോ അത്? കാരണം ഒരു ബ്ലെയിമും എടുക്കാൻ തയ്യാറില്ല. അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ അവർ തെറ്റില്ലാത്തവരും രാജാക്കന്മാരെയും പോലെ കാണപ്പെടണം എന്നാണ് അവരുടെ ആഗ്രഹം. ഇത് വലിയ ഡേഞ്ചറസ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ക്രൂശിൻ്റെയും ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കർ, ഹൂ ഈസ് ദ റൈച്ചസ് പേഴ്സൺ. അത് തീരുമാനിക്കാനുള്ള അധികാരം, അത് തീരുമാനിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു നമ്മൾ പെന്തക്കോസ്തുകാർ വിചാരിക്കുന്ന പോലെ അത് സാത്താനല്ല, അത് മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു സാത്താനല്ല. പല ആൾക്കാരും വിചാരിക്കുന്ന സാത്താൻ്റെ പോരാട്ടം ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ രക്ഷപ്പെട്ടു പോയനെന്നാണ്. പക്ഷെ ദൈവം അറിയാതെ സാത്താന് നമ്മുടെ തലമുടി ഒരു 4 പോലും താഴെ ഇടാൻ സാധിക്കില്ല. നിൻ്റെ തലമുടി 4 വരെ സകലതും, തലമുടി വരെ ഓരോ തലമുടിയും എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം തീരുമാനിക്കാതെ നമ്മുടെ അടുത്ത് പരീക്ഷിക്കാൻ വരാൻ പോലും സാത്താന് സാധിക്കില്ല. അപ്പോൾ ദൈവം അനുവദിക്കാതെ, ദൈവത്തിൻ്റെ സോവറിൻ ഡിസിഷൻ്റെ കീഴിലല്ലാതെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ തീരുമാനത്തിന് വെളിയിൽ ഒന്നും ഈ ലോകത്ത് ദൈവത്തെ ഷോക്ക് ചെയ്തുകൊണ്ട്, ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒന്നും ഈ ലോകത്ത് സംഭവിക്കില്ല. അപ്പോൾ സാത്താൻ്റെ കഴിവ് വളരെ പരിമിതമാണ് എന്ന് മാത്രമല്ല, ദൈവം പോടാ എന്ന് പറഞ്ഞാൽ പോകാനും വാടാ എന്ന് പറഞ്ഞാൽ വരാനും മാത്രം ബലമേ സാത്താന് ദൈവത്തിന് മുമ്പിലുള്ളൂ. സാത്താൻ ദൈവത്തിന് തികഞ്ഞ ഒരു എതിരാളിയല്ല. ദൈവത്തിന് ഏത് സമയത്ത് അവനെ ഇല്ലാതാക്കാനോ തകർക്കാനോ അഗ്നികൂപത്തിൽ എറിയാനോ പറ്റും. ദൈവം അരുത് എന്ന് പറഞ്ഞെടുത്ത് ക്രോസ് ചെയ്യാൻ ഒരു സാത്താനും ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ദൈവവും സാത്താനും തുല്യ ശക്തികളാണെന്ന് വിശ്വസിക്കുന്ന ഒരൊറ്റ മതമേ എനിക്കറിയുള്ളൂ. അത് സ്വരാഷ്ട്രീയൻ മതമാണ്. പാഴ്സികളുടെ മതത്തിലാണ് ദൈവവും സാത്താനും ഒരേ ശക്തിയായിട്ടിരിക്കുന്നത്. അഹുറ മസ്ദ എന്നാണ് അവരുടെ ദൈവത്തിൻ്റെ പേര്. അങ്കരാമൈനു എന്നാണ് സാത്താൻ്റെ പേര്. ഇവർ തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. നിങ്ങൾ ആരുടെ കൂടെ കൂടുന്നു അവർ ജയിക്കും. അതുകൊണ്ട് ദൈവത്തെ ജയിപ്പിക്കാൻ വേണ്ടി പോരാടുന്നവരാണ് അവർ. നമ്മളും അങ്ങനെയല്ലേ? നമ്മളെ അമേരിക്കയിൽ കൊണ്ടുപോകാൻ വേണ്ടി ദൈവം എന്തുമാത്രം കഷ്ടപ്പെടുന്നു. അപ്പം നമ്മളും കൂടെ ഉപവസിച്ച് പോരാടി ദൈവത്തിന് എന്ത് ചെയ്യുക? ഒരു ബലം കൊടുത്താൽ സാത്താനെ ആര് തോൽപ്പിച്ചോളും? പല സമയത്തും ദൈവത്തെക്കാളും ശക്തി സാത്താനാന്ന് നമുക്ക് തോന്നും. ഭയങ്കര പോരാട്ടമാണ് ബ്രദറെ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പം ഒരാൾ പറഞ്ഞു ഭയങ്കര പോരാട്ടമാണ് പാസ്റ്ററെ. ഞാൻ ചോദിച്ചു എന്ത് പോരാട്ടം? രാവിലെ ഗേറ്റിൽ കാണാം ചെമ്പരത്തി പൂവ് മുട്ട കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പാസ്റ്ററെ, എന്നിട്ടും പോകുന്നില്ല. ഞാൻ പറഞ്ഞു എന്നിട്ടും പോയില്ല. അത് ഇപ്പോഴും ഉണ്ടാ പോരാട്ടം. ഒരാൾക്ക് തലവേദന, അടുത്തയാൾക്ക് വയറുവേദന, പോരാട്ടത്തോട് പോരാട്ടം. ഞാൻ പറഞ്ഞു എന്നാൽ ഞാനൊരു എളുപ്പ വഴി പറയാം. എന്താ? നിങ്ങൾ ഇത് വിട്ടിട്ട് അവരുടെ കൂടെ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ശക്തി ആർക്കാ? ഇവരാരെയാ ദൈവത്തെക്കാളും ശക്തിയുള്ളവരായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ബലവും ബഹുമാനവും മഹത്വവും കുഞ്ഞാടിന് കൊടുക്കേണ്ടതിന് പകരം ഇതിനകത്ത് ബലം എടുത്ത് ആർക്ക് കൊടുത്തിരിക്കുക? ബലം സാത്താന് കൊടുത്തിരിക്കുക. ഭയങ്കര ബലമെന്നാണ് പറയുന്നത്. അവൻ നിങ്ങളെ വിട്ടു പോവോ? ഒരിക്കലും വിട്ടു പോകില്ല. കാരണം അവന് ഭയങ്കര സന്തോഷം ഇത് കേൾക്കുന്നത്. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു കുട്ടിപ്പിശാചി എന്ന് വേറൊരു കുട്ടിപ്പിശാചിനോട് ഇങ്ങനെ പറയുമായിരിക്കും, എടാ നമുക്കൊക്കെ ഭയങ്കര ബലമാണ്,
അന്നേരം അവൻ പറയും നമ്മുടെയൊക്കെ തല അടിച്ച് ചതച്ചതാണ് കാൽവരിയിൽ, അതിനു മുമ്പായിരുന്നു ബലം. ഇപ്പം നമ്മളൊക്കെ പോക്കാ, സൂക്ഷിച്ച് തന്ത്രങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അന്നേരം മറ്റേ കുട്ടിച്ചാത്തൻ പറയും, ഏയ് നിൻ്റെ ധാരണ തെറ്റാ, ഞാൻ ഇന്നൊരു പെന്തക്കോസ് പള്ളിയിലുണ്ടായിരുന്നു, അവിടുത്തെ പാസ്റ്റർ പറഞ്ഞ് നമുക്ക് ഭയങ്കര ബലമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ സാത്താൻ ഇത്രയും ബലമുള്ളതുകൊണ്ടാണ് അത് അഴിക്കുന്ന ശുശ്രൂഷകർക്ക് ഇത്ര ഡിമാൻഡുള്ളത്. സാത്താൻ ഇത്ര ബലമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പോടാന്ന് പറഞ്ഞാൽ പോകുന്ന സാധനമാണെങ്കിൽ ഈ ശുശ്രൂഷകർക്ക് വലിയ വാല്യൂ ഒന്നുമില്ല. ഈ സിനിമയിലെ ഹീറോയൊക്കെ വലിയ ഹീറോ ആകുന്നത് വില്ലൻ അതുപോലെ സ്ട്രോങ് ആകുമ്പോഴാണ്. ചുമ്മാ ഡ്യൂക്കിൽ വില്ലനെ അടിച്ചിടുന്ന ഹീറോ ആർക്കും വേണ്ട. ആ വില്ലനെ ആദ്യം വലിയ ക്രൂരനായി കാണിച്ചിട്ട് അവനെ തകർക്കുമ്പോഴാണ് കയ്യടി വരുന്നത്. അതുപോലെയാണ് ഈ സാത്താനെ ആദ്യം ഭയങ്കര വില്ലനായിട്ട് കാണിച്ചിട്ട് ഒരു രക്ഷയില്ല, ദൈവം വിചാരിച്ചിട്ട് രക്ഷയില്ല, പിന്നെ മത്തായി ചേട്ടൻ വിചാരിക്കുമ്പോഴാണ് ഇത് പോകുന്നത്. അപ്പോൾ മത്തായി ചേട്ടൻ്റെ ഗ്ലോറി ഇങ്ങനെ ഇത് ഈ സാത്താനും ദൈവത്തിനും വലിയ ശക്തിയല്ല. അത് നമ്മൾ ആദ്യം ആലോചിച്ചിരിക്കണം. ഈ സാത്താനെ നിങ്ങൾ മൗത്തപ്പെടുത്തരുത്, അവന് ബലമുണ്ടെന്ന് പറയരുത്. ഞാൻ ഇന്നേ വരെ അവനെ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ധൈര്യമായിട്ട് പറയും, ഇന്നേ വരെ മൈൻഡ് ചെയ്തിട്ടില്ല. അവനോട് ശുശ്രൂഷയോട് പോരാടുമോ? എനിക്ക് നിർബന്ധമില്ലെന്ന് ശുശ്രൂഷിക്കണമെന്ന്. ദൈവം നിർത്തിയെങ്കിൽ നിന്നാൽ മതി. എനിക്ക് എൻ്റെ പണിയല്ലല്ലോ, കർത്താവിൻ്റെ പണിയല്ലേ. കർത്താവിന് ആ സാത്താനെ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ കിടന്ന് ഇവിടെ ബഹളം വെച്ചിട്ടെന്ന കാര്യം? ശരിയാണോ? ഇനി സാത്താന് ബലമാണെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വല്ല പ്രവാചകന്മാരുടെ തലേ കീഴെ പോയി കൈവയ്ക്കാൻ പോകരുത്. ഇതിൻ്റെ ഈ കൈവെപ്പെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യവും കൂടെ പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. റെക്കോർഡിംഗ് ഉണ്ടോ? ഒന്ന് പോസ് ചെയ്തേ. ഇനി ദുരാത്മശക്തി എന്താ അതിന് പറയുന്നത്? ദേശാധിപതി, അതിൻ്റെ ചീഫ് അധികാരി, മൊത്തത്തോടെയുള്ള ഭരണകർത്താവ് ഇന്ത്യയിൽ ഡൽഹിയിലിരിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? എന്നിട്ട് ഇവിടുന്ന് ഡൽഹി വരെ പോയി ഡൽഹി പോയിരുന്ന് ആ അന്ധകാര ശക്തി ഓടിക്കുന്നു. ഇവിടുന്ന് പാസ്റ്റർമാർ സ്റ്റേറ്റ് വഴി പ്രാർത്ഥിച്ച് ഡൽഹി പോയിരുന്നതിനെ ഓടിച്ചിട്ട് ഇത് പോകുന്നില്ല, പാസ്റ്റർമാർ ഓടുന്നതല്ലാതെ. ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുക. ദേശാധിപതി ഇളകിയേക്കുന്ന. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിന് മുമ്പുള്ള കാര്യമാണ് ഒരു സന്ദേശം പാഴ്സിരായത്തിൻ്റെ പ്രഭു തടഞ്ഞത്. ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് തടയാൻ ഏത് പാഴ്സിരായത്തിൻ്റെ പ്രഭു ഉള്ളത്? വാട്ട് ഈസ് ദിസ്? നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ആത്മാവ് നമ്മോട് സംസാരിക്കാൻ മാത്രം നമ്മൾ കൃപാസനത്തിലേക്ക് പ്രവേശനമുള്ളവരായ മക്കളായ പ്രിയ മക്കളായ നമ്മുടെ ഇടയിൽ കയറി നിൽക്കാൻ ഏത് പിശാചാ ഉള്ളത്? മനുഷ്യനാണ് ശത്രു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സാത്താന് മനസ്സിലായി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ സാത്താൻ്റെ പ്രശ്നം ദൈവം ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണം. അവന് സ്വാതന്ത്ര്യമില്ല. അപ്പോഴാണ് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞൊരു സാധനത്തെ ഇവൻ കാണുന്നത്. ഇവൻ പറഞ്ഞു, മനുഷ്യ നീ ഇങ്ങനെ ദൈവത്തിൻ്റെ അടിമയായിട്ടിരിക്കരുത്. എൻ്റെ ഗതി ഇതാന്ന് അതും പറഞ്ഞില്ല. നീ ഇങ്ങനെ ദൈവത്തിന് അടിമയായി ദൈവം പറയുന്നത് കേട്ടോണ്ടിരിക്കരുത്. നിനക്ക് സ്വതന്ത്രനാകാൻ ഞാനൊരു പണി പറഞ്ഞുതരാം. ഈ പഴം തിന്നു കഴിഞ്ഞാൽ നീ ദൈവത്തെ പോലെ ഇൻഡിപെൻഡൻ്റ് ആവും. നിനക്ക് ഏത് ഷർട്ട് ഇടണം, ഏത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നൊന്നും തീരുമാനിക്കാൻ ഇനി ദൈവത്തിൻ്റെ ആവശ്യം വരത്തില്ല. നിനക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടാവും. നിനക്ക് നന്മ ഏതാ തിന്മ ഏതാന്ന് തിരിച്ചറിയാൻ, ആരെ കല്യാണം കഴിക്കണം തിരിച്ചറിയാൻ ബുദ്ധി ഉണ്ടാകും. അപ്പോൾ ഭയങ്കര ഫ്രീ വില്ലാന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ വേണോ കഞ്ഞി വേണോ എന്ന് രാവിലെ തീരുമാനിക്കാനുള്ള വില്ല് കിട്ടി. നേരത്തെ ഇല്ലായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു ഇല്ല എന്നല്ല, അത് കിട്ടിയെന്ന് ഇവൻ മനസ്സിലാവുക. വണ്ടിയെ പോകണോ, ബൈക്കിൽ പോകണോ, കാറിൽ പോകണോ, അവന് തീരുമാനിക്കാം. എന്തൊരു സ്വാതന്ത്ര്യം അല്ലേ! ദൈവത്തെ മാത്രം കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇവൻ സ്വതന്ത്രനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? ഇവനൊരു രാജ്യം ഉണ്ടാക്കാൻ സാത്താൻ സഹായിക്കുകയാണ്. ലോകവും അതിൻ്റെ ഗ്ലോറിയും മഹത്വവും. ഈ മനുഷ്യനാണ് ഏറ്റവും വലിയ ശത്രു എന്ന് എനിക്ക് മനസ്സിലായത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിച്ചപ്പോഴാണ്. ഒന്ന് വായിക്കാമോ? മത്തായിയുടെ 16:17. മത്തായി 16:17. യേശു അവനോട്, ബറിയോന ശീമോനെ,
നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. എത്ര മനോഹരമായ കൺഗ്രാജുലേഷൻസ് മോനെ, മിടുക്കൻ, ഗുഡ്, യു ആർ ലക്കി, യു ആർ ഫോർച്ചുനേറ്റ്. നിൻ്റെ പിതാവായ ദൈവം, സ്വർഗത്തിലെ ദൈവമാണ് നിനക്ക് ഇത്രയും വെളിപ്പാട് തന്നിരിക്കുന്നത്. വലിയ കാര്യമല്ലേ? 23 വാക്യം വെച്ച്. അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോ. കണ്ടോ, ഒരു 6 വാക്യം കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു നോക്കിയേ? മഹാനായ ഭാഗ്യവാനായ പത്രോസ് സാത്താനായി മാറി. ഇവൻ എങ്ങനെയാ സാത്താനായി മാറിയത്? ഇവനിടയ്ക്ക് സാത്താൻ വർഷിപ്പിന് പോയോ? ഇല്ല. യേശുവിനെ തള്ളി പറഞ്ഞോ? ഇല്ല. കാരണം യേശുവിനോട് ഇപ്പം സ്നേഹം കൂടുതലാണ്. കാരണം ഭാഗ്യവാനെ എന്നൊക്കെ വിളിച്ച് ആരായാലും സ്നേഹിച്ചു പോകും. യേശുവിനോട് സ്നേഹം കൂടിയപ്പോഴാണ് അവൻ സാത്താനായത്. യേശുവിനോട് പറഞ്ഞു, അയ്യോ നിനക്കിതൊരിക്കലും. അപ്പം സ്നേഹം കൂടിയോ കുറഞ്ഞോ? സ്നേഹം കൂടി. ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ മകൻ ഞാൻ പറഞ്ഞ ഒന്നും അനുസരിച്ചിട്ടില്ല, എല്ലാം തർക്കുത്തരവും തൻ്റെ ഇടവുമായിരുന്നു. ശരിയാണ്, പുള്ളി പറഞ്ഞ പോലെ ഒന്നുമല്ല ഞാൻ പോയത്. ഞാൻ പോയിരുന്നെങ്കിൽ ഇപ്പം വേറെ ഏതെങ്കിലും വഴിയായിരുന്നേനെ ഞാൻ പോകുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞു വേറൊരു വഴിയായതുകൊണ്ട് പ്രായമായ ശേഷം എനിക്ക് പല കാര്യങ്ങളിലും അപ്പം പറയുന്ന പോലെ ചെയ്യാൻ പറ്റിയില്ല. സുശേഷയിലേക്ക് ഇറങ്ങിയതും കല്യാണം കഴിച്ചതും ഒക്കെ ഇങ്ങനെയായിരുന്നു. ഇപ്പം ഭാര്യയുടെ അപ്പം പറഞ്ഞു, അവൻ ഇതുവരെ ഞാൻ പറഞ്ഞൊന്നും അനുസരിച്ചിട്ടില്ല. ഒരു കാര്യം അവൻ അനുസരിച്ചേ പറ്റുള്ളൂ, അത് ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കില്ല. നീ മിടുക്കിയാണെങ്കിൽ, സമർത്ഥയാണെങ്കിൽ നിൻ്റെ ഭർത്താവിനെ കൊണ്ടത് അനുസരിപ്പിക്കണം. ഇപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചാൽ എന്താണ്? കല്യാണം കഴിച്ചിട്ട് അവൻ ബീഹാറിലേക്ക് സുവിശേഷ വേലയ്ക്ക് പോകുന്നതാണ് പറയുന്നത്. അത് നീ മുടക്കണം. അടുത്ത വാക്യം, അവിടെ എങ്ങാനും കിടന്ന് നിങ്ങളൊക്കെ ചത്തുപോയാൽ വന്ന് നോക്കാനോ തിരിച്ചു കൊണ്ടുവരാനോ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഈ സ്നേഹം കൊണ്ട് പറഞ്ഞാണോ ദേഷ്യം കൊണ്ട് പറഞ്ഞാണോ? പറ. അപ്പം സ്നേഹം കൂടുമ്പോഴല്ലേ സാത്താനാകുന്നത്? ആണോ അല്ലയോ? രാത്രിയിൽ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കാൻ എമർജൻസി ആയിട്ട് പോകണമെന്ന് പാസ്റ്റർ പറയുമ്പോൾ ഇന്ന് അവിടെ കിടക്ക്, നാളെ രാവിലെ പോകാമെന്ന് പറയുന്ന ആരായിരിക്കും? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാ നമ്മൾ ഒരു വഴിക്കും വിടാത്തത്. റൈറ്റ്? പക്ഷെ ഇവിടെ കർത്താവ് അവനെ സാത്താനെ എന്ന് വിളിക്കാൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാരണമുണ്ട്. അവിടെ പറയുന്നുണ്ട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റേതല്ല, സാത്താനുള്ളത് അത്രേ കരുതുന്നത്. അങ്ങനെയാണോ? അല്ല. അപ്പോൾ എങ്ങനെയാ പത്രോസ് സാത്താനായി മാറിയത്? മനുഷ്യർക്കുള്ളത് അത്രേ കരുതുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം മനുഷ്യർക്കുള്ളതാണ് കരുതുന്നത്. ഒരു ട്രഡീഷണൽ പെന്തക്കോസ് ചർച്ചിൽ നിന്ന് ഒരു പെൺകുട്ടി ഞങ്ങളുടെ ചർച്ചിൽ വന്നു. അപ്പോൾ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്നും അടിയാണ്. അപ്പോൾ ഒരു ദിവസം ഇവർ ഇങ്ങനെ അവർ യൂത്ത് വിങ്ങിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം അവിടെ പോക്ക് നിർത്തി കഴിഞ്ഞപ്പം അവിടെ പാസ്റ്റർ അവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, നീ എന്തിനാണ് ചർച്ച് വിട്ടു പോയത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ 23 വർഷമായിട്ട് ചർച്ചിൽ വരുന്നതാണ്. ഇന്നേ വരെ വിശുദ്ധീകരണം, തേജസ്കരണം, യേശുക്രിസ്തു, മിഷണറി വേല ഒന്നും ഞാൻ കേട്ടിട്ടില്ല. കേട്ടത് മുഴുവൻ വിഷയങ്ങളുടെ വിടുതൽ മാത്രം. എല്ലാ ആഴ്ച ഇത് തന്നെ. അന്നേരം പാസ്റ്റർ പറഞ്ഞു, ഒത്തിരി ആൾക്കാരും വളരെ സങ്കടത്തിലും കഷ്ടത്തിലും വരുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ഞായറാഴ്ച വരുമ്പോൾ ഒരു ആശ്വാസം വേണ്ടേ? അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അന്നേരം ഈ പെൺകുട്ടി പറഞ്ഞു, ആശ്വാസം വേണം, പക്ഷെ ഒരു സ്വർഗത്തിൽ പോകണ്ടേ? ആശ്വാസം കിട്ടിയാൽ മതിയോ? സ്വർഗത്തിൽ പോകണ്ടേ? അവസാനം കോൺവെർസേഷൻ കൂടുതലായപ്പം പാസ്റ്റർ പറഞ്ഞു, നീ എവിടെ നിന്നൊക്കെയോ വചനം പഠിച്ചിട്ടുണ്ട്, പക്ഷെ നിന്റെ ആത്മാവ് ശരിയല്ലെന്ന് പറഞ്ഞു. നീ വചനമൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നിന്റെ ആത്മാവ് ശരിയല്ല. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യർ നന്നാകാൻ വേണ്ടിയാണോ സഭ? ആണോ?
അല്ല, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. മനുഷ്യർ നന്നാകുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. അതവൻ ചെയ്തോളും, അത് അവൻ്റെ പണിയാണ്. നമ്മുടെ പണി ദൈവത്തിൻ്റെ മഹത്വം നോക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് ദ ഓൺലി വർക്ക് ഓഫ് ദ ചർച്ച്, ടു സീക്ക് ദ ഗ്ലോറി ഓഫ് ഗോഡ്. അപ്പോൾ ഇവിടെ മനുഷ്യരുടെ കാര്യം കരുതുമ്പം എന്തായി മാറി? സാത്താനായി മാറി. ഒരു ദിവസം ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞു, എനിക്ക് എയറോപ്ലെയിനെ ഇറങ്ങാൻ വയ്യാത്ത പോലെ മിനിസ്ട്രി വരാൻ പോവാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ. നിങ്ങൾക്കറിയാം എയറോപ്ലെയിനിൽ കയറിയിട്ടുണ്ടോ? എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാതെ പോകാന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഞാനിപ്പോഴും ആലോചിക്കായിരുന്നു, മലേഷ്യൻ എയർലൈൻസിൽ പോയി ഒരിക്കലും ഇറങ്ങാത്ത യാത്രക്കാർ ഇതിലേ പോയി കാണും. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും കുളിക്കണ്ടേ? വീട്ടിൽ പോയി വീട്ടുകാരെ കാണണ്ടേ? എന്താണ് ഈ പാസ്റ്റർ പറയുന്നത് ഞാൻ ചോദിച്ചു. ഞാൻ തമാശ പറഞ്ഞാണെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചത് അതല്ലെന്നൊക്കെ നമുക്കറിയാം. ഞാൻ അതോട് പറഞ്ഞു, കാളവണ്ടിയിൽ പോകുന്നതും എയറോപ്ലെയിനിൽ പോകുന്നതും ഒരുപോലെയാണെന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും കർത്താവിൻ്റെ മക്കളാകുന്നത്. ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ എൻ്റെ സുഖം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ആധാരമാകുമ്പോൾ, ശുശ്രൂഷകൾക്ക് ആധാരമാകുമ്പോൾ, ദൈവം മുകളിൽ ഇരുന്ന് സാത്താനെ സാത്താനെ എന്ന് വിളിക്കുന്നുണ്ടാവുമോ? ഉണ്ടാവുമോ? ഉണ്ടാവും അല്ലേ? പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യരുടെ കാര്യം നോക്കി മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന, മുമ്പിലിരിക്കുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം പ്രസംഗിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. പാട്ട് പാടുന്ന ആർക്കാ? ദൈവത്തിനല്ല, മനുഷ്യർ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. എനിക്കാണെങ്കിൽ പാട്ട് താളവും ഈനവും കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അന്നേരം ഉറങ്ങും. ഈ മനുഷ്യരെ പ്രസാദിപ്പിക്കാനുള്ള ഒരു പരിപാടി. അതാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞപ്പോൾ, കർത്താവ് ഇന്ന് നല്ലൊരു ആരാധന ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ആർക്ക് കൊടുത്തതിനായിട്ട്? ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ അനുഭൂതി കിട്ടിയതിനായിട്ട് സ്തോത്രം എന്നാ. പണ്ടൊക്കെ പെന്തക്കോസ്തിൽ കൃപാവരങ്ങളുണ്ടായിരുന്നു. ഒരാൾ അന്വേഷണം പറയും, വേറൊരാൾ പ്രവചിക്കും, മറ്റൊരാൾ രോഗശാന്തി ശുശ്രൂഷ, ഒരാൾക്ക് അങ്ങനെ ഇങ്ങനെ പലതാണ്. ഇപ്പം ഒന്നുമില്ല, എല്ലാം പ്രൊഫഷണൽസാണ്. പ്രസംഗിക്കുന്ന പ്രൊഫഷണൽ, ബൈബിൾ കോളേജ് പഠിച്ച് കോട്ട് സ്യൂട്ട് വന്നിട്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തിൽ ആ സ്റ്റാൻഡേർഡ് ഫോർമുല പറയുന്ന ആ ആൾക്കാർ ഒരു സൈഡിലത്. പാട്ട് പാടുന്നത് നമ്മളൊന്നും പാടിയാൽ പോലും കേൾക്കാൻ പോലും പറ്റാത്ത ഉച്ചത്തിൽ മൈക്ക്, അതിനേക്കാൾ ഉച്ചത്തിൽ വാദ്യമേളം, താളമേളം. പ്രൊഫഷണൽസിന് മാത്രമേ പാടാൻ പറ്റുള്ളൂ, നമുക്കൊന്നും അതിൻ്റെ കൂടെ പാടാനും പറ്റില്ല. നമ്മൾ പാടിയില്ല, അവർക്ക് അത്ര സന്തോഷം. അപശ്രുതിയും വേണ്ടാത്ത രാഗമൊന്നും കയറി വരത്തുമില്ല. പ്രാർത്ഥിക്കുന്നത് വരെ പ്രൊഫഷണൽസാണ്. പണ്ട് കാനവച്ചൻ പറഞ്ഞു, ഒരാൾ എന്തോ അനൗൺസ്മെൻറ്റോ പ്രസംഗത്തെക്കുറിച്ച് എൻ്റെ അനൗൺസ്മെൻറ്റ് എടുത്തിട്ട് പറഞ്ഞു, ഞാൻ നല്ലപോലെ പറഞ്ഞോ. അന്നേരം കാനവച്ചൻ പറഞ്ഞു, ഒരു അടുത്ത് എൻ്റെ അപ്പം മരിച്ചു പോയിട്ട്, എൻ്റെ അപ്പം മരിച്ചു പോയേ എന്ന് പറഞ്ഞു, നല്ലപോലെ പറഞ്ഞോ, ആരെങ്കിലും അന്വേഷിക്കുമോ? ഒരു എമർജൻസി ന്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം പ്രിപ്പറേഷൻ. ഇനി ഒരു കഥയും കൂടെ പറയാം, എന്നിട്ട് നമുക്ക് പത്യോപദേശത്തിലേക്ക് പോകാം. ഞാൻ ചെന്നൈയിൽ IPC ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. അപ്പം അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഇവിടെ പ്രസംഗിക്കാൻ വന്നത് വലിയ പ്രശസ്തനായ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഇയാളാണ്. അപ്പം ഞാൻ ചോദിച്ചു, അയാളുടെ പ്രസംഗം എന്തായിരുന്നു? പുള്ളി എത്ര ആലോചിച്ചിട്ട് എന്തായിരുന്നു പിടികിട്ടുന്നില്ല. ഒരാഴ്ച ആയുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, റെക്കോർഡ് വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അത് പാസ്റ്റർ റെക്കോർഡ് ചെയ്യലെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചു, അതെന്താ? അത് പുള്ളി അടുത്ത മാസം ഗൾഫിൽ പോവാണ്, അപ്പോൾ അവിടെ പ്രസംഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പ്രസംഗമാണ്. അപ്പോൾ ഇവിടെ പ്രസംഗിച്ചത് ലീക്കായി പോയാൽ പിന്നെ അവിടെ അത് പ്രസംഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, പല പ്രസംഗരും വിചാരിക്കുന്ന ഒരിടത്ത് പ്രസംഗിച്ചത് വേറൊരിടത്ത് പ്രസംഗിക്കരുതെന്ന്. ഞാൻ 7ാം ക്ലാസ് എ ഡിവിഷനിൽ ഞാൻ C ഡിവിഷനിലാണ് പഠിച്ചത്. A ഡിവിഷനിലും B ഡിവിഷനിലും മാത്സ് പഠിപ്പിച്ച അതേ സാറാണ് C ഡിവിഷനിലും മാത്സ് പഠിപ്പിക്കാൻ വന്നത്. അപ്പോൾ അദ്ദേഹം എന്നോടൊന്ന് പറയാണ്, ഞാൻ A ഡിവിഷനിൽ പ്രസംഗിച്ച പ്രസംഗം C ഡിവിഷനിൽ പ്രസംഗിക്കില്ല എന്ന് പുള്ളി പറഞ്ഞായിരുന്നെങ്കിൽ A+B² എന്താണെന്ന് അറിയാൻ വയ്യാതെ ഞാൻ ഇന്നും ചുറ്റിപ്പിടിച്ച് നടന്നേന്. അതെനിക്ക് ഇന്ന് പറയാൻ പറ്റുന്നതിൻ്റെ കാരണം, ആ ബാക്കിൽ ഏറ്റവും പുറകിൽ ഇവിടെയല്ല കേട്ടോ, ഇവിടെ ഇരിക്കുന്ന ബുദ്ധിയുള്ളവരാ. അന്ന് ഈ ബാക്ക് ബെഞ്ചേഴ്സ് അവരുടെ അവസാനത്തെ ആൾ വരെ ഇത് പറയിപ്പിക്കാതെ ആ പുള്ളി നിലത്തിരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ്
ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞ പിന്നെ പറയൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനത്തിന് എന്തെങ്കിലും മനസ്സിലാവുമോ? എറണാകുളത്ത് ആദ്യം ചർച്ച തുടങ്ങുമ്പോൾ ഞാൻ എപ്പോഴും സ്വയനീതിയെക്കുറിച്ച്, അപ്പോൾ ആദ്യത്തെ ആഴ്ച സ്വയനീതി, രണ്ടാമത്തെ ആഴ്ച സ്വയനീതി, മൂന്നാമത്തെ ആഴ്ച സ്വയനീതിയായി കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഒരു കുടുംബം എന്നോടെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങി. കാരണം അവർ ഭയങ്കര സ്വയനീതി, അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തൊട്ട് വരുന്നില്ല. അപ്പോൾ ആകെ 3-4 പേരേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഇവർ ആള് പോകരുത്, അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച നോക്കാം, മാറ്റി പറയാൻ നോക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അടുത്ത ഞായറാഴ്ച വന്നപ്പോഴും എൻ്റെ വായിൽ ഇതേ വരുന്നുള്ളൂ. അവർ പോയി. ഒരേ പ്രസംഗം എത്ര നാൾ കേൾക്കും? പ്രിയ സഹോദരങ്ങളെ, അവസാനം ഇരിക്കുന്ന ആൾ മനസ്സിലാകുന്നത് വരെ ഈ അപ്പോസ്തലിക ഉപദേശം പിന്നെയും പിന്നെയും നമ്മൾ കേട്ടോണ്ടിരിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ കേട്ട ആൾക്കാർക്ക് ബോറടിക്കില്ലെന്ന്. നിങ്ങൾ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണേ ഇത് എത്ര കേട്ടാലും ബോറടിക്കില്ല, ഒരിക്കലും ബോറടിക്കില്ല. ഞാൻ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്ന് കർത്താവ് നമ്മളെ പാപത്തിന് രക്ഷിക്കാൻ ഈ ഭൂമിയിലേക്ക് വന്നു പറയുമ്പോൾ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് വരുന്നത്. ബിക്കോസ് ഐ വാസ് ദ ചീഫ് ഓഫ് ഓൾ ദോസ് സിന്നേഴ്സ്. അയ്യോ, ഇതൊന്നും കേട്ടതാന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അത് ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപ പുതിയതും ഓരോ ദിവസവും രക്ഷയുടെ സന്തോഷം പുതിയതുമാണ്. ഇനി ദൈവത്തിൻ്റെ ശത്രു മനുഷ്യനാന്നുള്ളതിന് ഒരു വാക്യം കൂടെ ഉണ്ട്. അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ബുദ്ധിയുള്ളവൻ ആ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. ഈ മഹദിയാം ബാബിലോൺ, കർത്താവിനെതിരെ ഉയർന്നു വരുന്ന കൗണ്ടർ കൾച്ചർ, ഇതെല്ലാം മനുഷ്യൻ്റെ സിവിലൈസേഷൻ്റെ ഭാഗമാണ്. മനുഷ്യൻ ദൈവത്തോട് പറയാണ്, നിന്റെ സൃഷ്ടി എന്തിനെ കൊള്ളാം? ചെയ്സാണ്. അവൻ്റെ തടി കണ്ട എന്തെല്ലാം രോഗങ്ങൾ അവൻ്റെ ഉള്ളിൽ കാണും. ഡോക്ടറെ അടുത്തോട്ട് പോകത്തുണ്ടോ എന്ന് അറിയാൻ മേല. ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ചെയ്സിനെ നോക്കുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പുതിയ ആൾ മനുഷ്യൻ, എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരുത്തൻ. തലവേദനയില്ല, കാലുവേദനയില്ല, നെഞ്ചുവേദനയില്ല, ഹാർട്ട് അടിച്ചു പോകത്തില്ല, ചിപ്പ് മാറ്റി വയ്ക്കാം. ആരുടെ സൃഷ്ടിയാണ് ബെറ്റർ? മനുഷ്യൻ പറയുക, വെല്ലുവിളിക്കുന്ന അങ്ങനെയാ. ഹീസ് ക്രിയേറ്റിംഗ് എ കിങ്ഡം വെയർ ഗോഡ് ഹാസ് നത്തിങ് ടു ഡു. അവൻ പറയുക, നിത്യത ഞങ്ങളുണ്ടാക്കും. നീ എന്തിനാ നിത്യത വാഗ്ദത്തം ചെയ്യുന്നത്? ഈ സാധനത്തിലൂടെ ഞങ്ങൾ നിത്യത ഉണ്ടാക്കാൻ പോവാണ്. ഇത് ചാവില്ല. കിം ജോങ് ഉൻ ചാവാൻ വേണ്ടി അവിടുത്തെ ആൾക്കാർ കാത്തിരിപ്പുണ്ടെങ്കിൽ ഇതാ നല്ല വാർത്ത വരുന്നു, കിം ജോങ് ഉൻ ഒരിക്കലും മരിക്കില്ല. പൂർവാധിക ശക്തിയോടെ അവൻ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആളായിട്ട് അവിടെ ഇരിക്കും, ഒരു യന്ത്ര മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കി ജീവിതം എങ്ങനെയാവുന്നു. അപ്പോൾ ആരെയാ വെല്ലുവിളിക്കുന്നത്? ഇനി അതുമാത്രമല്ല, സാത്താനാണ് ഇതൊക്കെ ചെയ്യുന്നത്. സാത്താന പഴം കൊടുത്തതിൻ്റെ എഫക്റ്റാ. സാത്താൻ ആകെ ചെയ്യുന്നത് നമ്മളെയൊക്കെ അതിനകത്ത് കുരുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവൻ തന്ത്രം, ഈ തന്ത്രങ്ങൾ വെച്ച് അതിനെ കുരുക്കാൻ ശ്രമിക്കുകയാണ് സാത്താൻ്റെ പണി. സൂക്ഷിച്ചിരുന്നാൽ നമുക്ക് കൊള്ളാം. ഇനി ഇതിനകത്ത് വേറൊരു പണിയും കൂടെ ഉണ്ട്, മോറാലിറ്റി. പണ്ട് കാലത്തൊക്കെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ മതം, അങ്ങനെയല്ലായിരുന്നു. ആശുപത്രി തുടങ്ങുന്നു, സ്കൂൾ തുടങ്ങുന്നു, പാവങ്ങൾ ഉദ്ധരിക്കുന്നു, ജാതി വ്യവസ്ഥയ്ക്കെതിരെ സംസാരിക്കുന്നു. ഇപ്പോൾ ഇവർ പറയുന്നതിനെന്നറിയോ? നിങ്ങളെക്കാ സ്നേഹം ഞങ്ങൾക്കാ. അതെങ്ങനെ? അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതായിരിക്കും നല്ലത്. കാനഡയിൽ ഒരു ചർച്ചിൽ ഒരു ലേഡി പാസ്റ്റർ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നടക്കും, നമ്മുടെ എവിടെ നടക്കും? വേണ്ടി വന്നാൽ എവിടെ നടക്കും? വേണമെങ്കിൽ ഓടും, അല്ലേ? ലേഡീസ് പാസ്റ്റർ ഉണ്ടായിരുന്നു. ആന്ധ്രയിൽ എവിടെ നോക്കിയാൽ ലേഡി പാസ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ലേഡി പാസ്റ്ററിനെ ചർച്ച് പുറത്താക്കി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സ്ത്രീയുമായി അവിഹിത ബന്ധം, പുരുഷനായിട്ടല്ല, സ്ത്രീയുമായി. അറിയാമല്ലോ പരിപാടി, സെയിം സെക്സ് റിലേഷൻഷിപ്പ്. പുറത്താക്കി കഴിഞ്ഞപ്പം ആ നാട്ടിലുള്ള വേറൊരു ചർച്ചക്കാർ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുക, സഹോദരി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങളുടെ സഭയിലേക്ക് പോരെ, കർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ആർക്കാ സ്നേഹം? പറ. യേശുവിനാണോ സ്നേഹം? മനുഷ്യനാണോ സ്നേഹം കൂടുതൽ? അപ്പോൾ മനുഷ്യൻ അവൻ്റെ കൾച്ചർ ഉണ്ടാക്കി ദൈവത്തോട് പറയുന്നത് നിന്നേക്കാൾ വലുതും ദൈവവും ഞങ്ങളാണ്. അതാ സാത്താൻ എന്ന് പറഞ്ഞത്, ഞാൻ നിന്നെ ദൈവത്തെ പോലെ ആക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. യു വിൽ ക്രിയേറ്റ് എ മൊറാലിറ്റി. അത് ദൈവത്തിന് മ്ലേച്ഛതയായിരിക്കും, പക്ഷെ നിങ്ങൾക്കത് ഭയങ്കര രസമായിരിക്കും.
ദിസ് ഈസ് ദ ട്രാപ്പ്. ഈ മനുഷ്യരുടെ സുഖത്തിനു വേണ്ടി ശുശ്രൂഷകരെല്ലാം മനുഷ്യരുടെ ആളുകളായി മാറിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കാര്യം പറയുമ്പം, ദൈവത്തിൻ്റെ തേജസ്സിനെ കുറിച്ച് പറയുമ്പോൾ, ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ, പാപത്തെക്കുറിച്ച് പറയുമ്പോൾ, രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ബോറടിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഓങ്കോളിൽ, ഞാൻ 10 വർഷം ഓങ്കോളിൽ ശുശ്രൂഷ ചെയ്ത ആളാണ്, ആന്ധ്രയിൽ. ചിലർ ഈ ഓങ്കോൾ എന്ന് പറയുമ്പോൾ പുറകെ ഇരുന്ന് ഹോങ്കോങ് എന്ന് കേൾക്കും. അവിടെ നിന്നല്ല, നമ്മുടെ പാവം ആന്ധ്രയിൽ ഓങ്കോളിൽ. അവിടെ ഞങ്ങൾ എല്ലാ വർഷവും ഒരു ക്യാമ്പ് നടത്താറുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടുത്തെ പിള്ളേരായിട്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ പത്യോപദേശം, രക്ഷയെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും ഒക്കെ റോമാലേഖനത്തിൽ നിന്ന് ഇബ്രാഹിലേഖനത്തിൽ നിന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ പിള്ളേർ സ്തോത്രം പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇതെന്താ ഇവർക്ക് ഇത്ര പെട്ടെന്ന് മനസ്സിലാകുന്നത്, എന്താ മലയാളികൾക്ക് മനസ്സിലാകാത്തത്? ഞാൻ പറഞ്ഞു, മലയാളികളുടെ 100,000 മലയാളി പാസ്റ്റർമാർ കയറി ഇത് കുളമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് അഴിച്ച് കളയാനാണ് പാട്. ഇവിടെ ഇവരത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ അവരത് സ്വീകരിക്കാൻ വേറൊന്നും അവർ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കൊളോസ്യസ് ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തുവിൽ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. ലോകത്തിൻ്റെ പാഠങ്ങൾ നമ്മളുള്ളിൽ കിടപ്പുണ്ട്. പണമില്ലാത്തവനെ എന്തിനു കൊള്ളാം? ഇപ്പൊ ക്രിസ്ത്യാനി വിചാരിക്കുന്നത് തന്നെ, പണമില്ലാത്തവനെ എന്തിനു കൊള്ളാം? അതേ ലോകം എന്ത് ചിന്തിക്കുന്നോ അതേ ആദ്യ പാഠങ്ങൾ തന്നെയാണ്. എന്നോട് ഒരു സാറൾ ചോദിച്ചു, ഇന്ത്യയിൽ ഏറ്റവും ശക്തിയുള്ള ദൈവങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞു, ഇന്ത്യയിലല്ല, ലോകത്തിൽ മുഴുവൻ ഏറ്റവും ശക്തിയുള്ള ദൈവം ലക്ഷ്മിയും സരസ്വതിയുമാണ്. അപ്പോൾ ഒരു അതെന്താ അങ്ങനെ പറഞ്ഞത്? ലക്ഷ്മി എന്ന് പറഞ്ഞ സമ്പത്ത്, സരസ്വതി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസം. ഒരു കല്യാണം ആലോചിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം എന്താ ചോദിക്കുന്നത്? സമ്പത്ത് എത്രയുണ്ട്? അവർ കാശുള്ള വീട്ടിലാണോ? കാശൊക്കെ ഉണ്ടോ ജീവിക്കാൻ? പിന്നെ ഭയങ്കര മുതലാളിയാണ്, ഒരേ ഒരു മകളാണ്. ആഹാ, അപ്പം ലക്ഷ്മി ദേവി ഈസ് ഹാപ്പി. അടുത്ത വിദ്യാഭ്യാസം. പെൺകുട്ടി എന്ത് പഠിച്ചതാ? MBA ആണോ? എവിടെ നിന്നാ? UK ന്ന്. ഓ മൈ ഗോഡ്, ആണോ? അപ്പോൾ സരസ്വതി ഓൾസോ ഈസ് ഹാപ്പി. ഇനി ലക്ഷ്മി ഇത്തിരി കുറഞ്ഞാലും ഈ സരസ്വതി മാസം തോറും ലക്ഷ്മി ഉണ്ടാക്കിക്കൊണ്ടുവരും. ഇനി മൂന്നാമതൊരു ചോദ്യം കൂടെ ഉണ്ട്, നമ്മുടെ കൂട്ടരാണോ? അതിനർത്ഥം എന്താ? ഞങ്ങൾ പണ്ട് പോയിക്കൊണ്ടിരുന്ന വലിയ പള്ളിയിലെ ആൾക്കാർ തന്നെ, ഇടവക്കാർ തന്നെ ആണോ എന്നാ? അതൊന്നും വിട്ടിട്ടില്ല, അതൊക്കെ അകത്തിരിപ്പുണ്ട്. പിന്നെ അതേ കൂട്ടർ, നിങ്ങളുടെ അതേ കൂട്ടരാ, ആദമിൻ്റെ അതേ സന്തതികൾ നിങ്ങൾ തന്നെ. അപ്പൊ കുലദൈവങ്ങളും ഹാപ്പി. ഇതെല്ലാം കൊണ്ടുവന്ന കുലദൈവങ്ങളെ സന്തോഷിപ്പിച്ച്, ലക്ഷ്മിയെ സന്തോഷിപ്പിച്ച്, സരസ്വതിയെ സന്തോഷിപ്പിച്ച് കൊണ്ടുകൊടുത്ത ആരാന്നറിയോ? യേശു ക്രിസ്തു. അപ്പൊ കർത്താവ് വരെ ആർക്ക് വേണ്ടി സർവീസ് ചെയ്യുക? ഈ വിഗ്രഹങ്ങൾക്ക് വേണ്ടി സർവീസ് ചെയ്യുക. ഹൗ ഹൊറിബിൾ ഈസ് ദാറ്റ്? നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു ഭയവും റെവറൻസും തോന്നണ്ടേ? വേണ്ടേ? ഇതാ മനുഷ്യൻ്റെ സാമ്രാജ്യം ഉണ്ടാക്കാൻ ദൈവത്തെ നമ്മൾ കൂട്ടി വിളിക്കുക. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് ശിഷ്യന്മാരെ വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ അത് എടുക്കണമെന്നില്ല, ഈ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കേൾക്കുന്ന കുറച്ചുകൂടെ നല്ല. ഇപ്പോൾ ഇതെടുത്ത് വായിച്ചാൽ ഇത് വായിച്ചതിനോട് അപ്പുറത്തൊക്കെ വായിച്ച് നിങ്ങൾ ആ വഴി ചിലപ്പോൾ അങ്ങ് പോയിന്ന് വരും. ഇത് കേൾക്ക്. രാത്രി മുഴുവൻ അവർ വല വീശി ഒന്നും കിട്ടിയില്ല. നേരം വെളുത്തപ്പോൾ കർത്താവ് അവരുടെ അടുത്ത് വന്നു. ശിവൻ പത്രോസിനോട് ചോദിച്ചു, മോനെ വല്ലതും കിട്ടിയോ? പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഈ രാത്രി മുഴുവൻ അധ്വാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. നമുക്കറിയാം, ഒരു പണി ചെയ്യുമ്പം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഉറക്കം വരുമ്പോൾ ക്ഷീണിക്കുമ്പോൾ പോയി കിടക്കാനാണ് പതിവ്. ഇപ്പം 3 മണി 4 മണി 5 മണിയായിട്ടും ഇവർ ഈ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? അവരുടെ വീട്ടിലൊന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും ഒരു മീൻ കിട്ടിയാൽ ആ വല്ലപ്പോഴും പനി വരുന്ന അമ്മായിയമ്മ ഉണ്ടെങ്കിൽ ഭാര്യ ഉണ്ടാവുമല്ലോ, ഭാര്യയും പിള്ളേരും ഒക്കെയുള്ള കുടുംബത്തിൽ ഒരു മീൻ കിട്ടി 5ആയിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ ഒരു മീനും കിട്ടാനില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി വല വീശുക. എന്ത് നല്ല പ്രസംഗമല്ലേ? നിന്റെ പടകിൽ യേശു വൈബ്രേഷൻ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? പെരുത്ത മീൻകൂട്ടം.
എത്ര പ്രസംഗം, കൺവെൻഷൻ, ആൾക്കാർ സ്പ്രിങ്ങിൽ കയറി മറിഞ്ഞിട്ട് ഇപ്പം പെരുത്ത മീൻകൂട്ടം വരുമ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പറയും നിങ്ങൾക്ക് യേശുവിനെ വേണോ? ഏത് യേശുവിനെയാ? പിന്നെ ആർക്കേലും വേണ്ടെന്ന് പറയോ? അത് രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു മനുഷ്യനെ പാർട്ട്ണറാക്കി മീൻ പിടിക്കാൻ പോയാൽ 5 മീൻ കിട്ടിയാൽ, അല്ല 6 മീൻ കിട്ടിയാൽ 3 എണ്ണം അവന് കൊടുക്കണം. 5 മീൻ കിട്ടിയാൽ 2.5 എണ്ണം അവന് കൊടുക്കണം. അത് മുറിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ 6 ആക്കി മാറ്റിയത്. 50-50. എന്നാൽ കർത്താവിനെയും കൊണ്ട് പോയാൽ 10% കൊടുത്താൽ മതി. 100 മീൻ കിട്ടുമ്പം 10 മീൻ കൊടുത്താൽ മതി എന്ന് മാത്രമല്ല, ഇത് എവിടെ കറക്റ്റ് വില വീശണമെന്ന് കൂടെ വന്ന മനുഷ്യൻ അറിയത്തുമില്ല. എന്നിട്ട് അവൻ 50% കൊടുക്കും. എന്നാൽ ഇത് എവിടെ വല വീശണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന കർത്താവിന് ഒരു 10% മതി. അപ്പം ആരുടെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് നടത്തുന്നത് നല്ലത്? പറ. അതാ. അപ്പം കർത്താവിന് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയോ? എൻ്റെ കർത്താവേ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മീനില്ലാതെ വലഞ്ഞു പോയേനെ. നീ ഉള്ളതുകൊണ്ട് എനിക്ക് 10% കൊടുത്ത് വലിയ മുതലാളിയാവാൻ പറ്റി. ഈ ഇത്ര നടത്തിയ ദൈവം ഇത്രത്തോളം നടത്തി എന്ന് ആലോചിച്ച് നോക്കി. എന്ത് ലോകത്തിൻ്റെ വിശാലമായ വഴിയിലേക്ക് നമ്മൾ വിചാരിക്കുക നമ്മുടെ ബിസിനസ് നടത്താൻ വേണ്ടി കർത്താവ് ഇറങ്ങി വരുവാണ്. ഇന്ന് ലോകം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നത് ഈ മതമാണ്. പല സഭകളിലും ജനക്കൂട്ടം പോയി കൂടുന്ന എന്തിനാണെന്നറിയാമോ? ഈ വല നിറയ്ക്കുന്ന ടെക്നിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ്. ക്രിസ്തുവിനെ അന്വേഷിച്ചല്ല. കർത്താവ് പറഞ്ഞു, നീ പേടിക്കണ്ട. പത്രോസ്, ഞാനായിരുന്നു പത്രോസിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും കർത്താവിനെ നാളെ രാവിലെ കൊണ്ടുവരാൻ നോക്കിയാണ്. കാരണം നിങ്ങൾക്കറിയാം, ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ കർത്താവും കൊണ്ടേ പോവുള്ളൂ, എന്നാലേ ബിസിനസ് നടക്കുള്ളൂ. എന്നാൽ പത്രോസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ ആകെ പ്രശ്നമാണ്. എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്, ഞാൻ പാപിയാണ്, ഞാൻ ചാവുന്നതാണ് അതിലും നല്ലത് എന്നും പറഞ്ഞ് ഇവൻ നേരെ വെള്ളത്തിനകത്തോട്ടൊരു ചാട്ടം. കർത്താവ് പറഞ്ഞു, നീ പേടിക്കണ്ട, ഈ പ്രാവശ്യം ഞാൻ പാപികളെ ശിക്ഷിക്കാൻ വന്നതല്ല, രക്ഷിക്കാൻ വന്നതാണ്. അതുകൊണ്ട് നീ എൻ്റെ കൂടെ പോരെ. ഞാൻ നിന്നെ ഇതുപോലെയുള്ള കുറേ പാപികളെ പിടിക്കുന്നൊരു പണി ഏൽപ്പിക്കാം. അന്ന് അത്ര മീൻ കിട്ടി, അവൻ ഒരു മീൻ പോലും തിരിഞ്ഞു നോക്കാതെ. അതാരും പ്രസംഗിക്കില്ല കേട്ടോ. ഈ പ്രസംഗം പടകിൽ യേശു ഉണ്ടെങ്കിൽ എന്നുള്ള വൈബ്രേഷനോടെ അവസാനിക്കും. അത് കഴിഞ്ഞ് ഈ പത്രോസ് അതെല്ലാം വിട്ടു. ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടിയ ദിവസം ബിസിനസ് വേണ്ടാന്ന് വെച്ചാൽ അപ്പനെയും വിട്ട് വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. അത് മാത്രം മിണ്ടില്ല. അതാരും പറയില്ല. അവിടെയാണ് ഇന്ന് സഭകൾ ആൾക്കാരെ കൂട്ടുന്നത്. എവിടെയാ? അപ്പം തിന്ന് തൃപ്തരാകുന്ന ഒരു കൂട്ടം ജനം. അവർക്ക് കർത്താവ് വരണമെന്നുമില്ല, പോകണമെന്നുമില്ല. അപ്പോൾ മനുഷ്യൻ്റെ രാജ്യം വലുതാക്കാനും നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ മകന് റാങ്ക് കിട്ടണം. അപ്പോൾ വേറൊരുത്തിന് 2ാം റാങ്ക് ആവണ്ടേ? എൻ്റെ രാജ്യം വലുതാകണം, എൻ്റെ സമ്പത്ത് വർദ്ധിക്കണം. ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് കുറഞ്ഞാലേ നമ്മൾ എടുത്തോട്ട് വരുള്ളൂ, അല്ലേ? ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. വിരോധമില്ലല്ലോ നിങ്ങൾക്ക് തരാതെ കുടിക്കുന്നതിൽ? അതുകൊണ്ട് ഈ ഉപദേഷ്ടാക്കന്മാരെല്ലാം കൂടെ വന്ന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസത്തെ മറിച്ച് കളഞ്ഞു. 2013 ഞാനൊരു സഭയിലെ AGയുടെ സഭയിൽ പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വൈകിട്ടൊരു 8:20 8:15 കഴിഞ്ഞു, തീരാൻ പോവാം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ 2013 എന്ന് പറയുമ്പം എന്നെ ആർക്കും അങ്ങനെ കാര്യമായിട്ട് അറിയത്തില്ല. ഞാൻ ആന്ധ്രയിൽ നിന്ന് അവധിക്ക് സമയത്ത് എന്തോ നാട്ടിൽ വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളെ ദേശത്ത് മാനിക്കും, നിങ്ങളുടെ തലമുറകൾ അനുകരിക്കും, നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളുടെ ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടും, നിങ്ങളെ വാരല്ല തലയാക്കും, 100% വിശ്വാസമുള്ളവർ കൈവെക്കാൻ പറഞ്ഞു. എൻ്റെ മുമ്പിലുള്ള സകല മനുഷ്യരും കൈവക്കി. പുറകോട്ട് നോക്കിയപ്പോൾ ഒരു 3-4 പാസ്റ്റർമാരിപ്പുണ്ടായിരുന്നു. അവരെല്ലാം കൈവക്കി. എല്ലാവർക്കും വാല് മാറി തലയാകണം. എന്തോരം തലകളായിരിക്കും അല്ലേ? അടുത്ത ചോദ്യം. ഇപ്പം സമയം 11:49. അവിടെ ഉണ്ടല്ലേ. 11:50 അത് അവിടുത്തെ സമയം പറയാം. ഇപ്പം സമയം 11:52.
11:53 കർത്താവ് വന്നാൽ ഞാൻ 100% സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവരെന്ന് കൈപൊക്ക്. ഞാൻ മുമ്പോട്ട് നോക്കി ഒരൊറ്റ ആൾ പോലും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു 1-2 പാസ്റ്റർമാരെങ്കിലും കാണും. പുറകോട്ട് നോക്കിയപ്പോൾ ഒരു പാസ്റ്റർ പോലും കൈ പൊക്കിയിട്ടില്ല. അപ്പോൾ വിശ്വാസികളാണോ? ആണ്. എന്താ വിശ്വസിക്കുന്നേ? എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും ബ്രദറെ, വിശ്വസിച്ചു. എൻ്റെ വീടിന് മുമ്പിൽ ഹെലികോപ്റ്റർ ഇറങ്ങും, ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങൾ വിശ്വസിച്ചില്ല? എൻ്റെ വീട്ടിൽ ഒരു മണിമാളിക ഞാനിവിടെ പണിയും, അവിടെ സ്വിമ്മിംഗ് പൂളുള്ള വീടുണ്ടാവും. വിശ്വസിക്കേ. വെറും ഒരു ചോദ്യചിഹ്നമായിരുന്ന നിന്നെ, എന്തൊക്കെ ഡയലോഗുകളാണ് എന്നിട്ട് പറയുന്നത്, ആശ്ചര്യചിഹ്നമാക്കി മാറ്റും. അയ്യോ, ഇങ്ങനെ ആക്കല്ലോ കേട്ടോ, അതും ആശ്ചര്യമാണ്. ഷോ, അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കണം. അത്ഭുത ചിഹ്നം. വിശ്വസിച്ചോ? ഇതൊക്കെയാ വിശ്വാസം. സ്വർഗത്തിൽ പോവോ? ആർക്കറിയാം ബ്രദറെ, പോയാ പോയി. അവിടെ വിശ്വാസമില്ല. അപ്പൊ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. എന്തോ ആശിക്കുന്നേ? വിടുതൽ വരും. പ്രത്യാശ എന്തോ? വിടുതൽ വരും ബ്രദറെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നൊരു കഥ പറയാം, ഈ വിടുതൽ വരും എന്നുള്ളതിന്. എൻ്റെ മകൻ 1.25 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരുന്നു. അവനൊത്തിരി ഗുരുതരമായ രോഗമുണ്ടായി, ഡെങ്കുപ്പനി. അന്ന് ഭയങ്കര സീരിയസ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോടെ ആയിട്ട് ഇവന് ശരീരമെല്ലാം വലുതായി, ലിവറിനെ ബാധിച്ചു, ആകെ പ്രശ്നമായി. അപ്പോൾ ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവനൊന്നും മിണ്ടുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി നല്ല ഹോസ്പിറ്റലിലോട്ട് മാറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര ആങ്സൈറ്റി, ടെൻഷൻ, ആകുലത. അയ്യോ, എന്ത് സംഭവിക്കും, ഭയങ്കര ആങ്സൈറ്റിയാണ്. ഇന്നത്തേക്ക് 22 വർഷം മുമ്പ് നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 21. അപ്പോൾ എന്നോട് നാട്ടിലെല്ലാ ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട്, ശേഷ വിഷമിക്കണ്ട, കർത്താവ് സൗഖ്യമാക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ധൈര്യമായിട്ടിരിക്കുക. പക്ഷെ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. എന്താ കാരണം എന്നറിയോ? എനിക്ക് മുമ്പ് വന്ന പല മിഷണറിമാരുടെ കുഞ്ഞുങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഹഡ്സൺ ടൈലറുടെ കഥ ഓർക്കുമ്പോൾ ഹഡ്സൺ ടൈലറുടെ മക്കൾ മരിച്ചു പോയിട്ടുണ്ട്, വില്യം കേരിയുടെ മകൻ മരിച്ചു പോയിട്ടുണ്ട്. ഇവിടെയുള്ള ഇവിടെ വന്ന ആൾക്കാർ, മിഷണറിമാർ വളരെ ചെറുപ്പത്തിൽ മരിച്ചുകൊണ്ട് ഒരു കുടുംബം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. CT സ്റ്റഡിൻ്റെ ആൺമക്കളെല്ലാം മരിച്ചുപോയി. അപ്പോൾ ദൈവത്തിന് അവരെല്ലാം പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? അപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിന് ഇത് ചെയ്യാൻ അധികാരം ഉണ്ടെന്നറിയാം എനിക്ക്. അതുകൊണ്ട് ഇവർ പറയുന്ന ഒന്നും എനിക്ക് ആശ്വാസമാകുന്നില്ല. സൗഖ്യം തരും ബ്രദറെ എന്നുള്ള വിശ്വാസം ചില സമയത്ത് ഭയങ്കര അപകടമാണ്. ചിലപ്പോൾ ദൈവം സൗഖ്യം തരില്ല. ചില ആൾക്കാരുടെ വിശ്വാസം പൊട്ടിക്കൊണ്ടിരിക്കുക, പെട്ടപ്പെട്ടാന്ന്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങളുടെ ചർച്ചിലൊരു ആൻറ്റി ഉണ്ടായിരുന്നു, ക്യാൻസർ വന്നു. ഈ ആൻറ്റി ക്യാൻസർ വന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിക്കുവാണെങ്കിൽ ഞങ്ങൾ മരിച്ചോളാം, ഇവിടെ ജീവിക്കുന്നതിനേക്കാളും കർത്താവിൻ്റെ അടുത്ത് പോകുന്നതല്ല, നിങ്ങൾ ഞാൻ എൻ്റെ ജീവിതം പ്രൊലോങ് ചെയ്ത് കിട്ടാനൊന്നും പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. ജീവിക്കുവാണെങ്കിൽ ജീവിക്കാം, മരിക്കുവാണെങ്കിൽ മരിക്കാം, അതിനകത്ത് നിങ്ങൾ ആകുലപ്പെടുകയൊന്നും വേണ്ട എന്ന് ഭർത്താവിൻ്റെ മക്കളോടൊക്കെ പറഞ്ഞു. സംഭവം അന്ന് 2017 ഡോക്ടർ പറഞ്ഞ് 3 മാസം ജീവിക്കുള്ളൂ. ഇപ്പോൾ 6-ാം വർഷമാണ്, 7 വർഷമായി, ഒരു കുഴപ്പമില്ല. അന്ന് തളർന്ന് കിടന്നയാൾ ഇന്ന് എഴുന്നേറ്റ്. അതേ സമയത്ത് അവിടെ ഒരു പ്രവാചകൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലെ ക്യാൻസർ വന്നു. നിങ്ങൾ അപകടം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. അവർ പ്രാർത്ഥിച്ചു. പ്രവാചകൻ പറഞ്ഞു, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഇന്ന് വിടുതലാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ആൾക്കാരെല്ലാം തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, വന്നവരെല്ലാം പ്രാർത്ഥിച്ചു. രോഗം മാറിയില്ല. അവരുടെ ആങ്സൈറ്റി ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ വിശ്വാസിയല്ലേ, എനിക്ക് വിശ്വാസമില്ല, ഞാൻ ദൈവത്തിൻ്റെ മകളല്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ പോക്കാണ്. അവർ ദൈവത്തെ ശപിച്ച്
ദൈവമില്ല എന്നും പറഞ്ഞുകൊണ്ട് മരിച്ചു. എന്താ കാരണം? അവരുടെ വിശ്വാസം രോഗം മാറുന്നുള്ള വിശ്വാസമായിരുന്നു. അത് മാറിയില്ല, ആ വിശ്വാസം പൊളിഞ്ഞുപോയി. ഏതെങ്കിലും ഒരു രോഗം വന്ന് നമ്മൾ മരിച്ചേ പറ്റൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതെനിക്ക് മനസ്സിലായി, പക്ഷേ സംഗതി സത്യമാണ്. ഈ കോവിഡ് വന്നപ്പോൾ നമ്മൾ എന്തോരം ഇരുന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ട് 2% ആൾക്കാർ മരിച്ചില്ലേ? ഈ പ്രാർത്ഥിക്കാത്തവരുടെ 2% മരിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ കാശ് ആർക്കാണ് കിട്ടുന്നത്? പ്രാർത്ഥിക്കുന്നതിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷെ പ്രാർത്ഥിക്കാത്ത അംബാനി ആലോചിച്ച് നോക്കി, അദാനിയെ വെച്ച് നോക്കി, എന്തുമാത്രം കാശുണ്ടാക്കുന്നത്. അവരിതേ പരിപാടിയായിട്ട് ഇറങ്ങിയാൽ നാട്ടുകാരെന്ത് ഉറപ്പായിട്ടും വിശ്വസിക്കില്ല അവരുടെ ദൈവം ശരിയാന്ന്. ഞാൻ ചെങ്ങന്നൂർ ഒരു ദിവസം YMCA പ്രസംഗിക്കായിരുന്നു. ചെങ്ങന്നൂർ YMCA പ്രസംഗിക്കാൻ വേണ്ടി പോയിരിക്കും. എനിക്ക് പുറകെ ഇരിക്കുന്ന ഇഷ്ടം. അപ്പോൾ ഒരു വർഷിപ്പ് ലീഡർ വന്നിട്ടുണ്ട്. പുള്ളി മാക്സിമം ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആരും അനങ്ങുന്നില്ല. ആരും അനങ്ങാത്തതിന് കാരണം അതിനകത്ത് യാക്കോബക്കാരുണ്ട്, മർത്തോമക്കാരുണ്ട്. ഇവർക്കൊന്നും ഈ തുള്ളി പരിചയമില്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, ഒന്ന് ചാടാം, ചാടി ആരാധിക്കാമെന്ന് പറഞ്ഞ് ഇവരൊന്നും അനങ്ങത്തില്ല. അനങ്ങണമെങ്കിൽ അതുപോലെ ഏതെങ്കിലും ന്യൂ ജനറേഷനിൽ പെട്ട ആൾക്കാരായിരിക്കണം, അവരെങ്ങനെ വേണമെങ്കിലും ചാടിക്കുള്ളൂ. ഇപ്പോൾ ഇവർ അനങ്ങാതായി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പരാജയം. ഈ ഫ്രണ്ട് ഇരിക്കുന്ന വർഷിപ്പ് ലീഡേഴ്സിന് അവർ ജയിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രോൾ പോകുന്നതനുസരിച്ചാണ് അവരുടെ ജയം. നിങ്ങൾക്കൊരനക്കം ഇല്ലാതെ നിങ്ങൾ ഇരുന്നാൽ അവർ തോറ്റുപോയി എന്നതിനർത്ഥം. പിന്നെ അവരെ ആരും ആ പാസ്റ്റർമാർ വിളിക്കുകയില്ല. ഏതാ ആൾക്കാർ ഉണർത്താൻ പറ്റിയില്ല എന്ന് പറയും. അപ്പോൾ അവന്മാർ രക്ഷപ്പെടണമെങ്കിൽ, ശുശ്രൂഷയിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ പറ്റുന്നിടത്തോളം, ബാക്കി ഞാൻ പറയുന്നില്ല, അവരെന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിച്ച് പറ്റൂ. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും ചാടിക്കൊണ്ട് ആരാധിക്കാം. ഈ അപ്പൂപ്പന്മാർ ജീവിതത്തിൽ ചാടാത്തവരെല്ലാം ചാടിപ്പോകും. കാരണം ഈ സ്റ്റേജിൽ എന്ന് പറയുമ്പം എന്ത് ചെയ്യാനോ ചുറ്റുമുള്ളവരെല്ലാം നോക്കും, ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത്, നമ്മളൊന്നും ചാടും, അല്ല എന്നെ ചെയ്യാൻ പറ്റും. ഉണർവ് വ്യാപരിപ്പിച്ച് കളയും. അപ്പോൾ ഇയാൾ എത്ര നോക്കിയിട്ട് ഒരു അനക്കം ഇല്ലാതായപ്പം അയാൾ തീരുമാനിച്ചു, ഇതൊന്നും ബൈബിളിലുള്ള കാര്യമല്ല കേട്ടോ. ഈ വർഷിപ്പൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വന്തമായിട്ട് വരേണ്ടതാണ്. ഇത് വേറൊരാൾ എഴുന്നേക്കടാ ചാടാന്ന് പറഞ്ഞാൽ വർഷിപ്പ് വരത്തില്ല. കാരണം വെളിയിൽ നിന്നല്ല, വർഷിപ്പ് ആത്മാവിലാണ്. അത് ആ മലയിലോ ഈ മലയിലോ ഹാർമോണിയം വെച്ചോ ഗിറ്റാർ വെച്ചല്ല, അതൊക്കെ പഴയ നിയമമാണ്. പുതിയ നിയമത്തിലെ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹൃദയനുറുക്കമുള്ള ഹൃദയം ദൈവത്തിന് മുമ്പ് കർത്താവേ നീ അല്ലാതെ ആരും യോഗ്യനല്ല, കുഞ്ഞാട് സകല മഹത്വം സ്വീകരിപ്പാൻ യോഗ്യനെന്ന് എൻ്റെ വായി വരണമെങ്കിൽ എൻ്റെ രക്ഷയെ ഞാൻ ഓർക്കണം. അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ മഹത്വത്തെ പറയാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വർഷിപ്പ് രീതിയുടെ മാറ്റി. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അയാൾ വളരെ യങ്ങാണ്, അന്ന് ഞാൻ കാണുമ്പോൾ 36-37 വയസ്സുള്ളൂ, ഒരു 5 രൂപ പോലും എടുക്കാനില്ലാതെ, ഒരു മഴക്കോട്ട് മേടിക്കാനില്ലാതെ ഞാൻ ഇതിലൂടെ ബൈക്കിൽ നനഞ്ഞു പോയി സുവിശേഷം പറഞ്ഞ ആളാണ്. പക്ഷെ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് നോക്കിയാൽ, കഴിഞ്ഞ ആഴ്ച ഒരു അമേരിക്കയിൽ നിന്ന് ഒരു അങ്കിളും ആൻറ്റിയും വന്നു എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവർ പറഞ്ഞു, പാസ്റ്ററിന് വല്ല സ്മഗ്ലിങ് പരിപാടി ഉണ്ടോ? എങ്ങനെയാണ് ഇത്രയും വലിയ വണ്ടി, ഇത്രയും വലിയ വീട്? അവരെന്നോട് ചോദിച്ചു. പുള്ളി പറയുന്ന, അങ്ങനെ നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്, പിന്നെ യാക്കോബക്കാർ ചുമ്മാ ഇരിക്കുമോ? ആ ദൈവത്തെ വേണ്ടാത്ത ഒരാൾ പോലും ഈ നാട്ടിലില്ല. എന്തായിരുന്നു അവിടുത്തെ ആരാധന? നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കി, ആരെ അവരാരാധിച്ചത്? അവരാരെ കണ്ടാ തുള്ളുന്നേ? അഭിവൃദ്ധി നോക്കിയാ തുള്ളുന്നത്, ദൈവത്തെ നോക്കിയല്ല. അവരുടെ മൂർത്തികൾ ധനമാണ്, ലക്ഷ്മിയാണ്. അവരുടെ മൂർത്തികൾ വിദ്യാഭ്യാസമാണ്, അതിൻ്റെ അഹങ്കാരമാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ഒരു വയ്യാത്ത കുട്ടിയാണ്, അദ്ദേഹമായിട്ട് ഞാൻ ആശ്രമ മെഡിസിറ്റിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ആ ഡോക്ടർ ഇങ്ങനത്തെ ഡിഗ്രിയുള്ളൂ, ഭയങ്കര ഡോക്ടർ, എന്നോട് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇതേ ഈ ചായ കൊണ്ടുവരുന്ന ആളുണ്ടല്ലോ, അയാൾക്കുള്ള അതേ മഹത്വം അയാൾക്കും ഉള്ളൂ. അയാളെ പൊക്കി പറയണ്ട, കാരണം അയാൾ എന്ത് തരത്തിലുള്ളൊരു മനുഷ്യനാണോ അതുപോലെ തന്നെയുള്ളൊരു മനുഷ്യനാണ് ഈ ചായ ടേബിളിൽ കൊണ്ട് വയ്ക്കാൻ പോകുന്നത്. ഇവൻ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ര എക്സൈറ്റ്മെൻറ്റ് മതി അയാൾ സംസാരിക്കുമ്പോഴും. കാരണം ഈ ഗ്ലോറി എന്ന് പറയുന്ന സാധനം അതാണ്. അതായത് വിദ്യാഭ്യാസം ഉണ്ടാകുന്നതല്ല പ്രശ്നം, പണം ഉണ്ടാകുന്നതല്ല പ്രശ്നം,
അത് മോഹിപ്പിക്കുന്ന ഒരു വസ്തുവായി നമ്മുടെ മുമ്പിൽ വരുമ്പോഴാണ് പ്രശ്നം. When we are captivated by the glory of the world, your heart desires it. ആ ഹൃദയം അതിനായി മോഹിക്കുമ്പോഴാണ് അത് വിഗ്രഹമാകുന്നത്. ഈ തുള്ളുന്ന ജനം കാളക്കുട്ടിയുടെ മുമ്പിലാണ് തുള്ളുന്നത്, ദൈവത്തിന് മുമ്പിലല്ല. We are deceived into believing that Jesus Christ is there. ഓക്കെ, ഇനി വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് റിയൽ ഫെയ്ത്ത്? അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങളൊരു 12 മണിയായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയില്ല എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ. ഇന്നതെങ്ങനെയെന്നറിയോ? മോഹിക്കുന്നതിൻ്റെ ഉറപ്പെന്നാക്കി. ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സുവിശേഷകൻ ഒരു ദിവസം ഇവിടെ ടി വിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെന്ന് മനസ്സിലായാലും ആരുടെ മിണ്ടരുത്. അപ്പോൾ അദ്ദേഹത്തോട് ഒരാളൊരു പ്രാർത്ഥനയെ വെച്ച് അയച്ചിരിക്കുകയാണ്, എനിക്കൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പുള്ളി അത് എടുത്തിട്ട് പറയാണ്, എന്നോട് ഇങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര മുറിയുള്ള വീട് വേണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ലിവിങ് റൂം, ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, അത്രയും മതി, ചെറിയ വീട്. പുള്ളി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കില്ല. അതെന്താ സാർ? ഏറ്റവും കുറഞ്ഞ 3 ബെഡ്റൂം, ഒരു ലിവിങ് റൂം, ഒരു കാർ പോർച്ച്, ഒരു കിച്ചൺ, അത് വേണമല്ലോ, അത് പിന്നെ എന്തായാലും കാണുമല്ലോ. ഇത്രയും ഉള്ളൊരു വീടിന് വേണ്ടി വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. പുള്ളി പറഞ്ഞു, നിങ്ങൾക്കൊരു റൂം, നിങ്ങളുടെ പിള്ളേർക്ക് ഒരു റൂം, പിന്നെ ഞാൻ വല്ലപ്പോഴും അവിടെ വരുമ്പോൾ എനിക്ക് കിടക്കാനൊരു റൂം. ഏകദേശം മനസ്സിലായി കാണും ആരാണ്. മിണ്ടല്ലേ ഞാൻ പറഞ്ഞു മിണ്ടല്ലത്. ആ പാവം മനുഷ്യൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു ചെറിയ വീട് പണിയാൻ നോക്കിയവൻ ഇനി 3 നിലയുള്ള വീട് പണിയാൻ, അല്ല 3 മുറിയുള്ള വീട് പണിയണമെങ്കിൽ അത്ര എക്സ്ട്രാ കടം മേടിക്കണം. അത്രയും വലിയ ഫൗണ്ടേഷൻ ഇടണം. കാശ് ഇയാൾ കൊടുക്കോ? ഇല്ല. അയാളെ വലിയൊരു കടക്കാരനാക്കി നിമിഷ നേരം കൊണ്ട് മാറ്റും. ഈ കുമ്പനാടല്ല കുന്നന്താനത്തിനടുത്തൊരു സഹോദരി ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നൊരു വീട് പണിത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് സുഖമില്ലാതായി, ക്യാൻസറോ മറ്റോ ആയി. അവസാനം പ്രവാചകൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ വീടിരിക്കുന്ന സ്ഥാനം ശരിയല്ല, അതുകൊണ്ടാണ് ക്യാൻസർ വന്നത്, ഇത് പൊളിച്ച് വേറെ പണിയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന ആളാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവരെ വീട് പൊളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന എളുപ്പമല്ല. പൊളിക്കാൻ തന്നെ കുറേ നാളെടുത്തു, ഉള്ള കാശ് മുഴുവൻ അത് തീർന്നു. ഇപ്പോൾ ഒരു ചെറിയ കൂര വെച്ച് അവിടെ താമസിക്കുക, ക്യാൻസർ ഇപ്പോഴും ഉണ്ട്. ഇത്രയും വഞ്ചനകൾ ഈ നാട്ടിൽ നടന്നാലും നമുക്ക് ആ വഞ്ചനയാണ് ഇഷ്ടം, അവിടെയുള്ള വൈബ്രേഷനാണ് ഇഷ്ടം. ക്രിസ്തുവിൻ്റെ വചനം നമുക്ക് ഇറങ്ങത്തില്ല, അത് അസ്വസ്ഥത, അത് കേൾക്കുമ്പോൾ മടുക്കുക. എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പനോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് യേശു ക്രിസ്തു ഈ ക്രൂശിതല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്നോട് ചോദിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലേക്ക് എന്തോ ഒരു കഥകളാടാവുള്ളൂ. ഞാൻ പറഞ്ഞു, ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ ഒന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ മരിച്ചു പോയാൽ ആൾക്കാർ പറയണം, അവൻ പ്രസംഗിച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. അല്ല 10,000 പ്രസംഗം ഞാൻ പ്രസംഗിച്ചാൽ നിങ്ങൾ എന്നെ ഓർക്കുള്ളൂ, മെസ്സേജ് ഓർക്കില്ല. നല്ല പ്രസംഗമായിരുന്നു കേട്ടോ പുള്ളിയുടെ. ഉൽപ്പത്തി എന്നുള്ള കഥ, പുറപ്പാട് എന്നുള്ള കഥ, അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള എല്ലാ കഥയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് കഥ അവസാനം മരിച്ചു കഴിഞ്ഞാൽ ഓർക്കുന്നേ? എല്ലാം കൂടെ ഓർക്കാൻ പറ്റില്ലല്ലോ. ഞാൻ മരിച്ചാലും ജീവിച്ചാലും പറയാൻ ഒരൊറ്റ കാര്യമുള്ളൂ, ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നതെന്നൊരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാണ് എന്നെ കർത്താവ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. വേറെ ഒരു കഥയും പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ദിസ് ദ ഓൺലി മെസ്സേജ് ഐ ആം ഗിവൺ. അപ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, മോഹിക്കുന്നതിൻ്റെ ഉറപ്പല്ല. നിങ്ങളുടെ ഉള്ളിൽ എന്ത് മോഹങ്ങൾ ഉണ്ടാക്കാനും ഈ പ്രവാചകന്മാർക്ക് പറ്റും. ഈ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന അനാവശ്യമായ അധികാരം ഉപയോഗിച്ച് അവർക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്ത് മോഹങ്ങളെയും കടത്തിവിടാൻ പറ്റും. പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആ മോഹത്തിൻ്റെ അടിമയായിരിക്കും. അത് വെച്ച് പ്രാർത്ഥിക്കും, വിടുതലില്ല പാസ്റ്ററെ, ആ പാസ്റ്റർമാരുടെ പുറകെ തന്നെ കാശ് കൊടുത്തുകൊണ്ട് നടക്കും. മോഹിക്കുന്നതിൻ്റെ ഉറപ്പല്ല വിശ്വാസം, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. ആശ എന്ന് പറയുന്നത് നമ്മെ വിളിച്ചപ്പോൾ അവൻ നൽകിയതാണ്. നമ്മെ വിളിച്ചപ്പോഴുള്ള വിളിയാലുള്ള ആശ. നമ്മെ വിളിച്ചപ്പോൾ അവൻ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ we are all called into that one hope. എന്താ പ്രത്യാശ? പ്രത്യാശ എന്ന് പറയുന്നത്
അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ നമുക്ക് 2 വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ഒന്ന് റോമാലേഖനം 8:23. ഇന്ന് വൈകിട്ട് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ആ റോമർ 8:23 നിങ്ങൾ കാണാതെ പഠിക്കണം. വാട്ട് ഈസ് ഹോപ്പ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണത്, നിർവചനം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും. അപ്പോൾ ആത്മാവെന്ന ആദ്യദാനം ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്? രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച എല്ലാവർക്കും ആത്മാവിൻ്റെ ആദ്യദാനമുണ്ട്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം എന്താ പ്രത്യാശ? അത് ബാക്കി ട്രാൻസ്ലേഷൻസിൽ അവിടെ ഒരു ഈന്നും കൂടെ ഉണ്ട്. ഇന്ത നമ്മക്കം, തമിഴിൽ അങ്ങനെയാണ്. ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ ഇറ്റ് ഈസ് ബൈ ദിസ് ഹോപ്പ്, ഈ പ്രത്യാശയാലല്ലോ. മലയാളത്തിലാണ് ഈ പോയി. ഓക്കെ, ഇനി ആ ഈന്നും കൂടെ ചേർത്തൊന്ന് വായിച്ചേ. കണ്ടോ? ഫോർ വി ആർ സേവ്ഡ് ഇൻ ദിസ് ഹോപ്പ്, ഈ പ്രത്യാശയിൽ. എന്താ പ്രത്യാശ? ആത്മാവെന്ന ആദ്യ ദാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടിയുള്ളൊരു ഞരക്കം, ഒരു കാത്തിരിപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ തുടങ്ങും. അന്ന് മുതൽ നമ്മൾ നോക്കിയിരിക്കുന്നത് ശരീരത്തിൻ്റെ തേജസ്കരണം, പുത്രനെ പോലെ രൂപാന്തരപ്പെടുന്ന ആ ദിവസത്തെ നോക്കിയായിരിക്കും. സ്വർഗത്തിൽ പോകുന്നതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ക്രിസ്തുവിനെ പോലെ ആകുന്നതാണ്. എൻ്റെ മോഹം സ്വർഗത്തോടല്ല, എൻ്റെ മോഹം ക്രിസ്തുവിനോടാണ്. ഞാൻ സ്വർഗത്തിലെ സ്വർണ്ണമയമായ റോഡുകളിലൂടെ നടക്കാൻ വേണ്ടിയല്ല ഇവിടെ കഷ്ടപ്പെടുന്നതും ജീവിക്കുന്നതും, ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ്. എൻ്റെ ലക്ഷ്യം അതാണ്, ഞരക്കം അതാണ്. ഈ ഞരക്കത്തെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഞരക്കത്തെയാണ്. അപ്പം എന്താ പ്രത്യാശ? പ്രത്യാശ എന്ന് പറയുന്നത്, കാന്താ വരുവാൻ താമസം എന്താന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ആ ഞരക്കമാണ്. എന്താ കർത്താവേ നീ വരാത്തത് എന്ന ഞരക്കം. ഈ ഞരക്കത്തെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഞരക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പാസ്റ്റർ നിങ്ങൾ പറഞ്ഞു 12 ആകുമ്പോൾ നമ്മുടെ പ്രസംഗമൊക്കെ തീരുമെന്ന്. 1:30 ആയിട്ട് ഞാൻ തീർക്കാതെ ഒരു വാക്യം കൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്ങിനെയാണ് ഞരക്കം എന്ന് പറയുന്നത്. ഈ പുള്ളി ഇത് എപ്പം നിർത്തും എന്ന് ഉള്ളിൽ ചോദിക്കില്ലേ? ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു, വിശന്നിട്ട് വയ്യ, വല്ല വീട്ടിൽ പോയി കഴിക്കായിരുന്നു എന്ന് ചിന്തിക്കുന്ന അതിനെയാണ് നമ്മൾ ഞരക്കം എന്ന് പറയുന്നത്. കാശില്ലാതെ ഞരങ്ങുന്നു, ആശുപത്രി കിടന്ന് ഞരങ്ങുന്നു, രോഗം മാറാൻ വേണ്ടി ഞരങ്ങുന്നു, ഡിസ്ചാർജ് ആകാൻ വേണ്ടി ഞരങ്ങുന്നു, കർത്താവ് വരാൻ വേണ്ടി ആരെങ്കിലും ഞരങ്ങുന്നുണ്ടോ? വിസ വരാൻ വേണ്ടി ഞരങ്ങുന്നുണ്ട്, യേശു വരാൻ വേണ്ടി ഞരങ്ങുന്നുണ്ടോ? യേശു വരാൻ വേണ്ടി ഞരങ്ങുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അതിന്ന് ഈ മോഹങ്ങളുടെ ബഹളം കാരണം എടുത്തു മാറ്റപ്പെട്ടിരിക്കുക. 2025 തുഷ്ടിയുടെ പുഷ്ടിയുടെ വർഷമാണെങ്കിൽ പിന്നെ സ്വർഗത്തിലോട്ട് പോകുന്നത് എന്തിനാന്നേ? അടുത്ത വർഷമാണ് എൻ്റെ തലമുറയുടെ നന്മ കാണാൻ ഞാൻ ഇരിക്കുമ്പോഴാ സ്വർഗം. അടുത്തൊരു 50 വർഷത്തേക്ക് സ്വർഗം വരാതിരിക്കുകയാണെ നിന്റെ മക്കളുടെ മക്കളെ നിങ്ങൾ കാണും. പഴയ നിയമം. ഈ പഴയ നിയമത്തിൽ അപ്പം ഞാൻ ഈ പഴയ നിയമം എന്ന് പറയും, നിങ്ങൾ പറയും എന്താ പഴയ നിയമം വേണ്ടതെന്ന്. പ്രിയ സഹോദരങ്ങളെ, പഴയ നിയമം വായിക്കേണ്ട രീതി വായിച്ചാൽ നിങ്ങൾ പഴയ നിയമം വേണ്ടെന്ന് പറയും. വായിക്കേണ്ട രീതി വായിക്കില്ല. അതുകൊണ്ടാണ് എല്ലാം രസമായിട്ട് തോന്നുന്നത്. എല്ലാവരും വിചാരിച്ചിരിക്കുന്ന പഴയ നിയമം മുഴുവൻ അനുഗ്രഹമാണ്. എന്ത് അനുഗ്രഹം! ഹാബേലാണ് ഏറ്റവും നല്ല യാഗം കഴിച്ച ആൾ, അപ്പം തന്നെ തട്ടിപ്പോയി. എന്ത് അനുഗ്രഹം കിട്ടി? പുള്ളി വീട് വെച്ചോ? പുള്ളിയുടെ മക്കളെ അമേരിക്കയ്ക്ക് വിട്ടാ? പുള്ളി സെറ്റിലായോ? സ്ഥലം വാങ്ങിച്ചോ? ഒന്നും ചെയ്തില്ല. അന്ന് തന്നെ പോയി, ജീവൻ പോയി. അനുഗ്രഹം കിട്ടിയോ? എബ്രഹാം കൂടാരം അടിച്ച് താമസിച്ചു. യാക്കോബ് അന്യദേശത്ത് ഒരു വടിയിൽ ചാരി നിന്ന് മക്കളെ അനുഗ്രഹിച്ചു. അന്നും അവർ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നൊരു വാഗ്ദത്തദേശത്തേക്ക് പോകാം, ഇവിടെ നമുക്കൊന്നുമില്ല. മോശെ കനാൻ ദേശത്ത് എത്തിയില്ല. ഏതോ മലയിൽ കിടന്നൊരു നല്ല ശവടക്ക് പോലും കിട്ടില്ല. അവിടെ എങ്ങാനും ശവടക്ക് കിട്ടിയായിരുന്നു 1 ലക്ഷം. എത്ര പേരുണ്ടായിരുന്നു? 6 ലക്ഷമോ? അവർ കുറേ പേരൊക്കെ മരിച്ചു പോയി. എത്ര കറക്റ്റ് ആണെന്നേരം അറിയില്ല. അവരെല്ലാം കൂടെ ഈ ചരമപ്രസവം കൂടെ നടത്തിയായിരുന്നെങ്കിൽ പെന്തക്കോസ്തുകാരുടെ ശവടക്ക് പോലെ ആയിരുന്നു. പക്ഷേ മോശയെ കാണാൻ പോലും ദൈവം അനുവദിച്ചില്ല. എവിടെ അടക്കിയെന്ന് പോലും അറിയില്ല. ഒന്നും കിട്ടില്ല. കനാൻ ദേശത്ത് കയറിയില്ല. എന്തു പ്രതിഫലം കിട്ടി മോശയ്ക്ക്? ദൈവത്തിൻ്റെ ആത്മാവുള്ള ഏതെങ്കിലും ഒരു പഴയ നിയമ ഭക്തൻ ഈ ലോകത്ത് എന്തെങ്കിലും നേടിയോ? യെശയ്യാവ്, യിരെമ്യാവ്, പ്രവാചകന്മാർ ആകെ വല്ലതൊരു കൊട്ടാരത്തിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് ദാവീദാ. ഈ ദാവീദ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ രാജാക്കന്മാർ, അവർക്ക് ജീവിതകാലത്ത് സമാധാനം കിട്ടിയിട്ടുണ്ടോ? പഴയ നിയമത്തിലും ഭക്തന്മാരുടെ സ്ഥിതി പുതിയ നിയമത്തിലെ പോലെ തന്നെയായിരുന്നു.
ദൈവത്തിൻ്റെ ദാസന്മാരുടെ സ്ഥിതി, ആത്മാവുള്ളവരുടെ സ്ഥിതി, അഭിഷേകമുള്ളവരുടെ സ്ഥിതി പഴയ നിയമത്തിലെ അതേ അവസ്ഥ തന്നെ പുതിയ നിയമത്തിലുള്ളത്. വിശ്വാസത്തിനുള്ള പോരാട്ടമായിരുന്നു അത് മൊത്തം. അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. രാഹാബ് ഈ ഒറ്റുകാരെ രക്ഷിക്കുമ്പം അവരുടെ മനസ്സിലോട്ട് ജീവനാ പണയം വയ്ക്കുന്നത്. ഷീ ഈസ് നോട്ട് ഗെയിനിങ് എനിത്തിങ്. അപ്പം പിന്നെ എവിടെയാ ഈ പ്രോസ്പെരിറ്റി? എവിടെ പഴയ നിയമത്തിൽ പ്രോസ്പെരിറ്റി എന്നറിയോ? കുറേ പേര് അനുസരണം ഇല്ലാത്ത കുറേ പിള്ളേരുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മർക്കടമുഷ്ടിയുള്ളൊരു ജനം. അവന്മാർക്ക് കൊടുത്തതാണ് ഒരു ഓഫറായിട്ട്, നീ അനുസരിക്കുവാണെങ്കിൽ നിനക്ക് ഈ ആവർത്തന പുസ്തകം 28 എന്ന് പറയുന്നത് ഈ കൽപ്പനകളെല്ലാം നീ അനുസരണം ഇല്ലാത്തവരുടെ അല്ലേ ഇത് പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം നമ്മുടെ വീട്ടിലെ പിള്ളേർ റെഡിയായിട്ട് ചെയ്യുവാണെങ്കിൽ അവരോട് പറയും, നീ ചെയ്യുവാണെങ്കിൽ ചോക്ലേറ്റ് തരാമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ചെയ്യാത്തവന്മാരെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കായിരുന്നു. ഇനി അത് ചെയ്തില്ലെങ്കിൽ നല്ല അടിയും കിട്ടുമെന്ന് അതിൻ്റെ പുറകെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ പ്രസംഗിക്കുന്നവർ എന്തും കൂടെ പറയണം. അതും കൂടെ പറയണമെന്ന് മാത്രമല്ല, ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ ആടിനെ ഇറക്കാനും യാഗം കഴിക്കാനെല്ലാം പോകേണ്ടിയും വരും. എന്നിട്ട് ദശാംശത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഓക്കെയാണ്. എന്നിട്ട് എന്താ അനുഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഓക്കെ, ഇതെല്ലാം ചെയ്യണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിത്യജീവനെ കുറിച്ച് പറയരുത്, ദീർഘായുസിനെ കുറിച്ച് പറഞ്ഞു. നിത്യജീവൻ ആർക്കേ ഉള്ളൂ? ആത്മാവുള്ളവർക്കേ ഉള്ളൂ. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവർക്കേ ഉള്ളൂ. പഴയ നിയമത്തിലും ആത്മാവുള്ളവർക്ക് മാത്രമേ ഈ ലോകം വേണ്ട എന്ന് തോന്നിയിട്ടുള്ളൂ. പുതിയ നിയമത്തിലും ആത്മാവ് വന്നവർക്ക് മാത്രമേ ഈ ലോകം വേണ്ട എന്ന് തോന്നുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്തുവാ? കർത്താവേ, നിന്റെ രാജ്യത്തിൽ യേശുവിൻ്റെ തേജസ്സോടെ പുത്രത്വം പ്രാപിച്ച് ഞാൻ ചെല്ലുമെന്നുള്ള എൻ്റെ ഉൾഞ്ഞരക്കത്തെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ആ പ്രത്യാശയുടെ ഉറപ്പാണ് വിശ്വാസം. എത്ര പേർക്ക് വിശ്വാസമുണ്ട് സ്വർഗത്തിൽ പോകുന്നത്? വിശ്വാസമുണ്ടോ? വിശ്വാസമുള്ളൊരു കൈ, 100% വിശ്വാസമുള്ളൊരു കൈ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത്. 100% ഇല്ലാത്തവരോട് ഇരിപ്പുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അവർ ചില 100%-നകത്ത് വ്യാജമുണ്ട് കേട്ടോ. അവർ പോകുന്നു വിശ്വസിക്കുന്നു, അവർ നല്ലവരായതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞ്, ഞാനും എൻ്റെ ഭാര്യ മാത്രമേ ഇവിടെ സ്വർഗത്തിൽ പോകുള്ളൂ, ബാക്കി എല്ലാവരും പോക്കാന്ന്. എന്തുകൊണ്ടാണ് പാസ്റ്റർ പറഞ്ഞതെന്നറിയോ? പുള്ളി മറ്റൊരാളെക്കാൾ നല്ലതാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ചിന്തിച്ചാരും പറയരുത്. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ ഒരു സ്വർഗത്തിലും പോകുന്ന ആൾക്കാരല്ല. ശരിക്കും തേജസ്സിലേക്ക് നോക്കിയിരിക്കുന്നവർ അവരുടെ നന്മയിലല്ല നോക്കുന്നത്, ക്രിസ്തു അവരെ രക്ഷിച്ചു എന്നുള്ള വാഗ്ദത്തത്തിലേക്കാണ് നോക്കുന്നത്. ഓക്കെ. അപ്പോൾ പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് വരുമ്പോൾ ഞാനും പോകും. ഇനി അത്രയായി. ഓക്കെ, നിങ്ങളെല്ലാവരും അതിന് കൈപൊക്കിയതിനായിട്ട് നന്ദി, സന്തോഷം. നന്ദി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സന്തോഷം. പക്ഷെ ഒരു കാര്യമുണ്ട്, പോകാൻ ധൃതിയുണ്ടോ? പണ്ടൊരു ചർച്ചിൽ ഒരാൾ ചോദിച്ചു, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ കൈപോക്കാൻ. ഇപ്പോൾ എല്ലാവരും കൈപോക്കി. ഇപ്പോൾ വേറൊരുത്തം പുറകിൽ നിന്നൊരു തോക്കെടുത്തിട്ട് ഇപ്പം തന്നെ പോകാൻ ആഗ്രഹമുള്ളവർ കൈപോക്കാൻ പറഞ്ഞു. എല്ലാവരും ഇരുന്നു. അങ്ങനെ തോക്കുമായിട്ട് ആരെങ്കിലും ബാക്കി നിന്നിട്ട് ഇപ്പം തന്നെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പോകണ്ട. ഞാൻ പറയുന്നത് അങ്ങനെ വെടിവെച്ച് കൊണ്ടു പോകണമെന്നല്ല, നമ്മുടെ ഉള്ളിൽ ആ പോകാനുള്ളൊരു തിടുക്കം, ആ തിടുക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ആത്മാവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. ഇന്ന് ഇവിടെ നിന്ന് തീരുമാനം, ഞാൻ സാധാരണ പാസ്റ്റർമാർ പറയുന്നതിന് പറയുന്നത് ഇന്നൊരു തീരുമാനം എടുത്തേ പോകാവുള്ളൂ. എന്തോ പ്രത്യാശയോടെ ഞാൻ ജീവിക്കും. എവിടെ നിന്ന് വരും? ഇത് വരണ്ടേ, കൊതി വരണ്ടേ, ഞെരക്കം വരണ്ടേ? അത് ആത്മാവിന് മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആത്മാവാണ് ഞരങ്ങുന്നത്. അടുത്ത വാക്യത്തിൽ പിന്നെ നമ്മൾ കാണുന്നത്, പുത്രത്വം നമ്മളിൽ കാണാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു കാലത്ത് ഈ പെന്തക്കോസ്തുകാർ തന്നെ ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പാട്ടുകൾ മുഴുവൻ പ്രത്യാശ ഗാനങ്ങളായിരുന്നു. ഏത് പാട്ട് എഴുതിയാലും അതിൻ്റെ അവസാനം പ്രത്യാശ വരുമായിരുന്നു. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ. ആലോരം അടിച്ച് സ്പ്രിങ്ങിൽ കയറി എതിരെ വേണം പറന്നു പോകുന്ന പാട്ടാണ്. പക്ഷെ അതിൻ്റെ അവസാനം എന്താണെന്നറിയോ? കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. ചുമ്മാ പാടി വിടുക. എന്ത് കൺകൾ തുടിക്കുന്നത്? കൺകൾ എന്താ? കൺകൾ തുടിച്ചിടുന്നേ, ഉള്ളം കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ. കാനഡയിലുള്ള വിസയ്ക്ക് വേണ്ടി അല്ലെ PR-ന് വേണ്ടി, അതല്ലാതെ കർത്താവിന് വേണ്ടി എവിടെ? ഈ 2-3 വർഷം മുമ്പ് മരിച്ചു പോയ ഒരു പെന്തക്കോസ്ത് ഒരു ഉപദേശിയുണ്ട്. അദ്ദേഹം എപ്പോൾ പ്രസംഗിച്ചാലും
കർത്താവിൻ്റെ വരവ് ഈ രാത്രി വന്നാൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതാ പുള്ളിയുടെ സ്ഥിരം പ്രസംഗം. ഒരു ദിവസം പുള്ളി ട്രിവാൻഡ്രത്ത് എവിടെയോ ഒരു പബ്ലിക് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യയോഗത്തിൽ പ്രസംഗിക്കുക. പരസ്യയോഗം എന്ന് പറഞ്ഞാൽ കുറേ അവിശ്വാസികളും വിശ്വാസികളെല്ലാം കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ പരസ്യയോഗത്തിന് കുറേ പേരൊക്കെ അവിശ്വാസികളിൽ നിന്ന് കേൾക്കുമായിരുന്നു. ഇതിപ്പം അവിശ്വാസികളാരും പരസ്യയോഗത്തിന് വരെ വരുന്ന വിശ്വാസികളാണ്. അതുകൊണ്ട് പരസ്യയോഗത്തിന് ആൾക്കാർ പറയുന്നേക്കാം, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരെല്ലാവരും ഈ മുമ്പിൽ ഇരിക്കുന്നവരാ. അപ്പോൾ ഇദ്ദേഹം കർത്താവ് ഇപ്പോൾ വരും, രാത്രി വരെ നിങ്ങൾ പോകുമെന്നൊക്കെ ചോദിച്ച് ഭയങ്കര പ്രസംഗം. ഒരാൾ പോലും അനങ്ങുന്നില്ല, യാതൊരു അനക്കവുമില്ല. ഇല്ല വേണേൽ കേൾക്കാവുന്ന നിശബ്ദതയാണ്, ആർക്കും വലിയ താല്പര്യമില്ല. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ ഈ പ്രസംഗം എറിക്കില്ല. എറിക്കുക എന്നുള്ള വാക്ക് ഈ നാട്ടിലുണ്ടോ? എറിക്കുക. ഇങ്ങനെ പോയ ഈ പ്രസംഗം എറിക്കില്ലെന്നും ആരും മൈൻഡ് ചെയ്യില്ലെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ട് പുള്ളി പ്രസംഗം ഒന്ന് മാറ്റി. പുള്ളി പറഞ്ഞു, നിങ്ങളുടെ വിഷയം എന്തായാലും. അപ്പോഴേക്കും ആൾക്കാർ അനങ്ങാൻ തുടങ്ങി. ഇത് വിഷയം എന്ന് കേട്ടാൽ നമ്മൾ വൈബ്രേഷൻ സെക്കൻഡ്. നിങ്ങളുടെ വിഷയം എന്തായാലും അത് ഈ ഡിസംബറിനുള്ളിൽ. അപ്പോൾ ഇന്ന് രാത്രി കർത്താവ് വരാൻ പോകുമെന്ന് പറഞ്ഞ ആളാണ്. ഈ ഡിസംബറിനുള്ളിൽ നിങ്ങളുടെ വിഷയങ്ങൾ മാറും എന്ന് പറഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ, ഈ ജനം മുഴുവൻ ആത്മാവിലായി. എന്തായിരുന്നു അവിടെ ബഹളം. ഓർഗനൈസേഴ്സിന് അപ്പോഴൊരു സമാധാനമായത്, ഒന്ന് ഉണർത്തി വിട്ടു. എന്തൊരു ഗതികേടാണ് ഈ ക്രിസ്ത്യാനിറ്റിക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതോർത്ത് നമ്മൾ ദുഃഖിച്ച് കരയേണ്ട ഒരവസ്ഥയാണ്. ഞാൻ IPC ഒരു കൺവെൻഷന് പോയപ്പം ഞാൻ പ്രസംഗിച്ച് ഇങ്ങനെയാണ്, നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട്, പണ്ട് നമ്മൾ ഈ ട്രാക്ട് അടിക്കുമ്പം ട്രാക്റ്റിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? ഓർമ്മയുണ്ടോ? ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത. ഇതൊക്കെ കേട്ട് പേടിപ്പിച്ചത് നമ്മളെയൊക്കെ രക്ഷയിലോട്ട് നയിച്ചത് അന്ന്. അപ്പം നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? അതാ ട്രാക്ട്. ഈ ട്രാക്ട് കുറേ അടിക്കണം, പ്രിൻ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഞായറാഴ്ച വർഷിപ്പിന് പോകുമ്പം അടുത്തിരിക്കുന്ന അമ്മാമ്മ കരഞ്ഞ് കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കണം, ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോവോ? അപ്പോൾ അമ്മാമ്മ പറയാം, ആർക്കറിയാം മോനെ, ചിലപ്പോൾ പോവായിരിക്കും, കർത്താവിന് കരുണ തോന്നിയാൽ പോവും. ഇത് അമ്മച്ചി ട്രാക്ട്. ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? എവിടെ തുടങ്ങണം? വിശ്വാസം പോയ, രക്ഷ എന്താണെന്നറിയാത്ത, ക്രിസ്തു എങ്ങനെയാണ് പാപികളെ രക്ഷിക്കുന്നറിയാത്ത, അൺകണ്ടീഷണൽ രക്ഷ എന്താ, സ്നേഹം എന്താ, നീതീകരണം എന്താണെന്ന് അറിയാത്ത വിശ്വാസിക്ക് ട്രാക്ട് കൊടുത്തുകൊണ്ട് ആ 980കൾക്ക് പുറകിലോട്ടുള്ള ആ കാലഘട്ടത്തിലെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഈ ട്രാക്ട് ചർച്ചിനകത്ത് കൊടുത്തു തുടങ്ങണം. ഞാനിതൊരു പെന്തക്കോസ്ത് ചർച്ച് കൺവെൻഷൻ പ്രസംഗിച്ചതാണ്. കഴിഞ്ഞ ദിവസം വേറൊരു പ്രസംഗകൻ പറഞ്ഞു, ഒന്നുകിൽ പൂർവീകരണം ആദ്യ നൂറ്റാണ്ടിലെ പോലെ, അല്ലെങ്കിൽ പുറപ്പാട് വിട്ടുപൊക്കണം. ഈ സ്ഥിതിയിൽ ഇവിടെ ഒരുത്തിനും രക്ഷപ്പെടാൻ പോകുന്നില്ല. പ്രസംഗിച്ചതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പ്രസംഗിക്കേണ്ടി വന്നതാണ്, ഇപ്പോൾ ആൾക്കാരെല്ലാം എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പുള്ളി ഒരു ചർച്ചിൻ്റെ ലീഡറാണ്. പുള്ളി എന്നോട് പറഞ്ഞു, ആവുന്നിടത്തോളം ആൾക്കാരെ നിങ്ങൾ കൊണ്ടുപോക്കോ, ഇവിടെ രക്ഷയില്ല, നിങ്ങളൊക്കെ വെളിയിൽ പോയത് നന്നായി. എന്നോട് പറഞ്ഞ ഒരു ലീഡറാണ്, ഒരു ചർച്ചിൻ്റെ, വലിയ ചർച്ചിൻ്റെ, കേരളത്തിലെ. അദ്ദേഹം സൗത്ത് ഇന്ത്യ മൊത്തം ഉള്ള ഒരു അധികാരത്തിരിക്കുന്ന ആളാണ്. പഴയകാലത്തെ ദൈവദാസന്മാരെല്ലാം കുറേ പേര് മടുത്തിരിപ്പുണ്ട് ഇതിനകത്ത്. കാരണം നോ ക്രൈസ്റ്റ് എനിവെയർ, ക്രിസ്തു എന്ന വാക്കുപോലും മറന്നുപോയ വിശ്വാസികൾ. ആരാ ക്രിസ്തു എന്നറിയാൻ വയ്യാത്ത പെന്തക്കോസ്തുകാരുള്ള ഒരു ജനറേഷൻ വരാൻ പോവാണ്. ഇപ്പോൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പ് നമ്മുടെ ഉള്ളിൽ. ആ പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ നമുക്ക് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരണം. കർത്താവിൻ്റെ ജീവൻ നമ്മൾ പ്രാപിക്കണം. ആ ഹൃദയത്തിൽ വിശ്വാസത്താൽ ക്രിസ്തു വസിക്കണം. അപ്പോഴേ നമുക്ക് കർത്താവിനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. അത് വീണ്ടും ജനിച്ച ആത്മാവുള്ളവർക്ക് മാത്രമേ ഹൃദയം കൊണ്ട് കർത്താവിന് വേണ്ടി ഞരങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് എന്തോ? ഈ പ്രത്യാശയെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം കൂടെ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. നാം ദൈവമക്കൾ ആകുന്നു, നാം ഇന്നതാകുമെന്ന് വെളിപ്പെട്ടിട്ടില്ല, എന്നാൽ നാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അപ്പം നമ്മൾ ആരെ പോലെ ആകും? യേശുവിനെ പോലെ ആകും. അടുത്ത വാക്യം നോക്കിയേ, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം. അപ്പം എന്താ പ്രത്യാശ? യേശുവിനെ പോലെ ഞാൻ അതേ തേജസ്സുള്ളവനായി
രൂപാന്തരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മരണത്തെ എനിക്ക് പേടിയില്ല, രോഗത്തെ പേടിയില്ല, എന്നെ എതിർക്കുന്നവരെ പേടിയില്ല, എൻ്റെ ചുറ്റുമുള്ളവരെ പേടിയില്ല, ഞാൻ നശിച്ചു പോകുന്ന പേടിയില്ല, ആൾക്കാരെന്നെ ഇഷ്ടപ്പെടുമോ ഇല്ലോ എന്ന് പേടിയില്ല, ഞാൻ പുറത്താക്കപ്പെടുമോ എന്ന് പേടിയില്ല. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ അവനെ പോലെ ആകും. ഇതാണ് പ്രത്യാശ. ആരെന്നെ തള്ളിക്കളഞ്ഞാലും, എനിക്ക് രോഗം വന്നാലും, ഞാൻ കിടന്ന കിടപ്പ് കിടന്നാലും എൻ്റെ രൂപാന്തരം സംഭവിച്ചിരിക്കും. കർത്താവ് വരുമ്പോൾ ഞാൻ പറന്നു പോകും, ഞാൻ തേജസ്കരിക്കപ്പെടും. ഈ പ്രത്യാശ ഉള്ളിലുള്ളവരെ തോൽപ്പിക്കാൻ ഒരു സാത്താനും പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവന് രോഗം കൊടുത്തു നോക്കാം. അപ്പം ഞാൻ പറയാം, രോഗം വന്നാൽ കൂടി വന്നാൽ മരിച്ചു പോകായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. സ്തോത്രം. ആ പിശാചിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവനെ? അയ്യോ എനിക്ക് തലവേദന എടുക്കുന്നത് അത് അയൽ വീട്ടുകാരൻ കൂടോത്രം ചെയ്തതാണോ എന്ന് സംശയമുണ്ട് പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം തന്നെ പാസ്റ്റർ പറയാം, അയൽ വീട്ടിൽ നിന്നുള്ള കൂടോത്രമാണ്, അങ്ങനെ പറയുള്ളൂ. കാരണം ഒഴിപ്പിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. കഴിഞ്ഞ ദിവസം ഒരു മോളെ കൊണ്ടൊരപ്പൻ വീട്ടിൽ വന്നു. തിരുവല്ലയിൽ എവിടെയുള്ളൊരു പ്രവാചക മകളുടെ തലയൊക്കെ വെച്ചിട്ട് പറഞ്ഞു, മോളെ നിൻ്റെ കാര്യം പോക്കാണ്. കാരണം നിൻ്റെ കൂടെ നടക്കുന്ന നിൻ്റെ ഒരു സഹപാഠിയായ സഹോദരി നിനക്കെതിരെ കൂടോത്രം ചെയ്തിരിക്കുന്നു. അവരുടെ വീട്ടിൽ കൂടോത്രം ചെയ്ത് നിന്നെ കൊണ്ട് കഴിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് മാനസിക രോഗമാണ്. അതോടുകൂടി അവൾക്ക് പ്രശ്നമായി. അവർ വീട്ടിൽ വന്നു ഞാൻ ചോദിച്ചു പറഞ്ഞു, കൂടെ നടക്കുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുണ്ട്, എല്ലാ മതക്കാരും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഹിന്ദു കുട്ടിയുണ്ട്. അവരെയാണ് നാച്ചുറലി സംശയിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടി ആ കുട്ടിയോട് മിണ്ടുന്നില്ല, അവർ ഭയങ്കര വിഷമിച്ച് നടക്കുക. ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയി മിണ്ട്, ഇങ്ങനൊരു സാധനം ഇല്ല, ഇത് 21-ാം നൂറ്റാണ്ടാണ്. വിശ്വസിക്കുന്ന ഒരാളുടെ മേൽ ഒരു പരിപാടി നടക്കില്ല. ഇതിനേക്കാൾ വിവരം ഹിന്ദുക്കൾക്കുണ്ട്. ഈ ഹിന്ദുക്കളുടെ ഒരു എന്താ ഒരു ജ്യോതിഷിയുണ്ട്, ഹരി പത്തനാപുരം, അങ്ങനെ മറ്റേ ഇവിടെ അടുത്ത്. പുള്ളി കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഈ പ്രാക്കും ശാപവും ഇങ്ങനെയുള്ള കൂടോത്രങ്ങളൊക്കെ ഏൽക്കുമോ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഏൽക്കുള്ളൂ. എൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മന്ത്രവാദികളാണ്. എന്നെ പുകച്ചു കളയാൻ അവർക്ക് എപ്പോഴേ പറ്റുമായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നരേന്ദ്രമോദിക്കെതിരെ ഒരു കൂടോത്രം ചെയ്താൽ പോരെ? ഇതൊന്നും നടപ്പുള്ള പരിപാടിയല്ല. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇതൊക്കെ 99% അന്ധവിശ്വാസമാണ്. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വല്ലതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ അന്ധവിശ്വാസത്തിനകത്ത് നിങ്ങളെ കുരുക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കാശ് ഊറ്റിയെടുക്കാൻ അന്ധവിശ്വാസം ഏറ്റവും നല്ല വഴിയാണ്. പ്രത്യാശ അല്ല, പിന്നെ വിശ്വാസമല്ല, ആ വഴിക്കാണ്. അങ്ങോട്ട് പോയി ആള് പോയി. ഇന്ന് അതുകൊണ്ടാണ് ഈ പ്രത്യാശയുടെ ശബ്ദമൊന്നും കേൾക്കാത്ത. അപ്പം വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്താണ്? കർത്താവിൻ്റെ വരവിന് വേണ്ടി. അപ്പം നമ്മൾ ഈ ലോകത്തെ ഭയങ്ങളെ ജയിച്ചാൽ, മരണഭയത്തെ ജയിച്ചാൽ, ഒടുക്കത്തെ ശത്രുവായ മരണം, എബ്രായത്തിൽ പറയുന്നത് ജീവപര്യന്തം അല്ലെ മരണപര്യന്തം, രണ്ടും ഒന്ന് തന്നെയാണ്. മരിക്കുന്നവരെ, അതായത് ജീവൻ അവസാനിക്കുന്നവരെ, മരണഭീതിയുടെ അടിമകളായിരുന്നവർ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അടിമകളാക്കുന്നത് എന്താണെന്നറിയോ? മരിച്ചു പോകുന്നുള്ള പേടിയാണ്. ഈ മരിച്ചു പോകുന്നുള്ള പേടിയാണ് നമ്മളെ കൊണ്ട് സമ്പാദിക്കാൻ നിർബന്ധിക്കുന്നത്. ഞാനെങ്ങാനും ചത്തുപോയാൽ എൻ്റെ പിള്ളേരുടെ അവസ്ഥ. പണ്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു മൊല്ലാക്ക ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കും. ഒരു മുസ്ലിം ഒരു മൊല്ലാക്ക അങ്ങനെ പറയുന്നത്. അവർ അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് 16 തലമുറയ്ക്കുള്ള ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, 17ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും സമാധാനവും കിട്ടുന്നില്ല. അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ആശങ്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു പോകുമല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ നമുക്ക് ഇത്ര സ്നേഹം. കുറച്ച് നേരമേ ഉള്ളൂ. അതുകൊണ്ടാണ്. ഒരു 1500 വർഷം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ലോകമൊക്കെ ബോറടിച്ച് നമ്മൾ മടുത്താനെ. ഇതാകെ ഏറിയാൽ 70-80 ഉള്ളതുകൊണ്ട് ഇതും എൻജോയ് ചെയ്ത് തീരുന്നില്ല. കാനഡയിൽ പോയാൽ മതിയാകുമോ? UK പോയാൽ മതിയാകുമോ? ഓസ്ട്രേലിയ പോയാൽ മതിയാകുമോ? ബാങ്കിൽ എത്ര അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെങ്കിൽ മതിയാകും? ആകെ കുറച്ച് കാലമേ ഉള്ളൂ. അത് കഴിഞ്ഞൊന്നുണ്ടെന്ന് ബോധ്യം എടുത്ത് കളഞ്ഞു വരും. ഞങ്ങൾക്ക് 4 പിള്ളേരുണ്ട്. അതിലൊരു മോള്, ഞങ്ങൾ ചെറുപ്പത്തിൽ ഒത്തിരി പിള്ളേർ ഞങ്ങൾ വീട്ടിൽ വരുമായിരുന്നു. അപ്പം എല്ലാവർക്കും ഞങ്ങൾ ചോക്ലേറ്റ് കൊടുക്കും. ഈ കൊച്ചു മാത്രം ചോക്ലേറ്റ് കഴിക്കില്ല, അത് മാറ്റി വയ്ക്കും, ഒളിച്ചു വയ്ക്കും. എല്ലാവരുടെയും ചോക്ലേറ്റ് തീരുമ്പോൾ ഇവള് തീർക്കും. അപ്പോൾ ഇവൾക്ക് മാത്രം ചോക്ലേറ്റ്, അതാണ് അവളുടെ സന്തോഷം. അപ്പോൾ എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ ഇവൾ പതുക്കെ ചോക്ലേറ്റ് വെച്ച് എല്ലാവരും കാണിച്ചുകൊണ്ട് കഴിക്കും. അങ്ങനത്തെ ഒരു ഭയങ്കര നിർവൃതിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു, നീ ഈ നിനക്ക് കിട്ടുന്ന ചോക്ലേറ്റ് ആദ്യം കഴിച്ചു തീർക്കാമെങ്കിൽ ഞാൻ നിനക്ക് വലിയൊരു ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞു. അവളൊന്ന് റാപ്പർ തുറന്ന് വിഴുങ്ങിയത് ആരും കണ്ടില്ല, അത്ര ഫാസ്റ്റായിരുന്നു.
അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് തീർന്നാൽ വേറൊന്നുണ്ടെന്നും അതിതിനേക്കാൾ രുചികരമാണെന്നും മനസ്സിലാക്കിയാൽ ഇത് തീർന്നു പോകുന്നുള്ള പേടി നമുക്കുണ്ടാവില്ല. ഇത് തീർന്നു പോകുന്നുള്ള പേടി നമ്മുടെ അവിശ്വാസം കാരണം കിടക്കുന്നതാണ്. അപ്പോൾ ഇത് തീർന്നു പോകുന്നുള്ള പേടി ഉള്ളതുകൊണ്ട് ഈ ചോക്ലേറ്റ് തീർന്നു പോയിരിക്കാൻ വേണ്ടി നമ്മൾ കടിക്കാതെ അപ്പുറത്തെ കവിളിലിട്ട് ഇപ്പുറത്തെ കവിളിലിട്ട് പതുക്കെ പതുക്കെ, കാരണം ഈ ചോക്ലേറ്റ് ഇനി ഇല്ല. അമേരിക്കയിൽ നിന്ന് അങ്കിൾ വന്നപ്പോൾ കൊണ്ടുവന്ന അവസാനത്തെ ചോക്ലേറ്റാ, ഇത് തീർന്നു, ഇനിയൊന്നുമില്ല. അപ്പോൾ ഈ ലോകം അങ്ങനെയാണ്, ഇതേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതെങ്ങനെയെങ്കിലും എൻജോയ് ചെയ്യാം. ഏത് ഹോട്ടലിൽ പോയാലും നല്ല ഫുഡ്, വയറ് നിറയാൻ വേണ്ടിയല്ല, ആ എൻജോയ്മെൻ്റ് എന്ന് പറയുന്ന ആ രസം, ഈ ലൈഫിൻ്റെ രസം ഊറ്റിയെടുക്കാൻ വേണ്ടിയാണ്. പണ്ടൊരുത്തം പറഞ്ഞ പോലെ ചെറുപ്പകാലത്ത് തിന്നാൻ പറ്റുന്ന സമയത്ത് 5 പൈസ കയ്യിലില്ല, തിന്നാൻ പ്രായമാകുമ്പോഴേക്കും അല്ല കാശ് വരുമ്പോഴേക്കും ആരോഗ്യം പോകും. അത്ര ഷോർട്ട് ടൈം മാത്രമേ ഉള്ളൂ. ഇതിനിടയിലാണ് തിന്നാൻ സമയമില്ലാത്തൊരു കാലമുണ്ട്, ഉണ്ടാക്കുന്ന സമയം. അത് കഴിഞ്ഞ് അവസാനം സ്വസ്ഥമായി തിന്നാനിരിക്കുമ്പം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒന്നും കഴിക്കാൻ വയ്യ. പിന്നെ എന്തിനാണ് ഇതെല്ലാം കാണിക്കുന്നത്? ചിലർ എത്ര പഠിച്ചാലും മതിയാവില്ല, MA, WMA, PhD, അത് ഇത്, തേങ്ങാക്കൊല, കോക്കനട്ട് മർഡർ കേട്ടില്ലേ? തേങ്ങാക്കൊല. അവസാനം ഒരു തേങ്ങാക്കൊല ഒരെണ്ണം വന്ന് നമ്മുടെ തലയെ വീണാൽ എന്താ പഠിച്ചതെന്നോ, 4-3 എത്രയാണോ, എൻ്റെ പേരെന്നാന്ന് പോലും ആർക്കും ഓർമ്മ വരത്തില്ല. അത്രേ ഉള്ളൂ ഈ സാധനം. ഒരുത്തൻ തലക്കിട്ട് തട്ടിയാൽ മതി, PhDയും പോയി, റിസർച്ചും പോയി, എല്ലാം പോയി. വെറും മനുഷ്യൻ. ഒരു ശ്വാസം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ ഈ പഠിച്ചതും വെറുതെ. ഇത്രയും മായയായ ബബിള് പോലൊരു സാധനത്തിന് വേണ്ടി വിടുതലെടുക്കലാണ്. വിടുതലെടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ കർത്താവേ, ഇത് മനുഷ്യൻ്റെ ബോധത്തിനകത്തേക്ക്, ഇത് കഴിഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്തൊരു ചോക്ലേറ്റ് നമുക്കായിട്ട് കർത്താവ് കരുതി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഇത് പോകട്ടെ. അത് പറയാൻ പറ്റുന്നവരാണ് മിഷണറിമാരായിട്ട് പോകുന്നത്. അത് പറയാൻ പറ്റുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റുള്ളൂ. അത് പറയുന്നവർക്ക് മാത്രമേ ലോകം വേണ്ട എന്ന് പറയാൻ ധൈര്യമുള്ളൂ. കാരണം ഇത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ എനിക്ക് എന്തിനാണ് ഇത്തരം വർണ്ണക്കടലാസുകൾ? ഇപ്പം ഫെയ്ത്ത് വഴിതെറ്റി പോകാതിരുന്നാൽ ഈ ഫെയ്ത്ത് ഭയങ്കര പവർഫുള്ളാണത്. ലോകത്തിനെതിരെയുള്ള, സാത്താനെതിരെയുള്ള, മനുഷ്യൻ്റെ ഫിലോസഫിക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ് ദൈവം നമുക്ക് നൽകുന്ന അതിവിശുദ്ധ വിശ്വാസം എന്ന ആയുധം. ഇത് ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴേ നമ്മൾ ജയാളികളാണ്. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഈ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുത്തിനും പറയാൻ പറ്റില്ല നിന്റെ കസേര പോകാൻ സാധ്യതയുണ്ട്. പോയാൽ പോട്ടെന്നേ. ചില പ്രവാചകന്മാരൊന്ന് പേടിപ്പിക്കുന്ന എങ്ങനെയെന്നറിയോ? നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ശവപ്പെട്ടി കണ്ടു. അപ്പോൾ അയ്യോ, ദുർബല വിശ്വാസികളാണെങ്കിൽ എൻ്റെ ദൈവമേ പാസ്റ്ററെ ശവപ്പെട്ടി ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നതിന് പകരം പാസ്റ്ററെ പ്രൈസ് ദ ലോർഡ്, ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ പാസ്റ്റർ അന്തം വിട്ട് നിൽക്കും. എൻ്റെ ഇവനോടൊക്കെ ഇനി എന്ത് പ്രവചിച്ചാലും ഇവനൊന്ന് പേടിപ്പിക്കാൻ പറ്റുന്നു. ഉടനെ പറയണം, കർത്താവിൻ്റെ അടുത്ത് പോകാൻ എനിക്ക് സമയമായി പാസ്റ്ററെ, നിങ്ങളൊക്കെ മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പറഞ്ഞു നോക്കിയാൽ തിരിച്ച് ഇവർ വന്ന് വിശാലമായ വഴി എന്ന് പറഞ്ഞ് വരുമ്പോൾ പറയണം, ഇടുക്ക് വഴി തുറക്കുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം, ഇതാ എൻ്റെ ഫോൺ നമ്പർ. അവർ പരിപാടി നിർത്തും. കാരണം ഇതൊരു മാനിപ്പുലേഷനാണ്. വിശ്വാസത്തെ തകർത്ത് കളയുന്നൊരു മാനിപ്പുലേഷൻ. ഇതിനകത്ത് ദുർബല ഹൃദയരും പൈസ കൊതിയന്മാരും വിഗ്രഹാരാധികളും ഇതിനകത്ത് പോയി വീഴും. കർത്താവിൻ്റെ ആത്മാവുള്ളവർ വീഴുകയില്ല. അവരെയും വീഴിക്കാൻ ഇവരെല്ലാ പണികളും നോക്കും. ഒരിക്കൽ പോൾ വാഷർ എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, ഒത്തിരി ആൾക്കാർ ഇങ്ങനെ നശിച്ചു പോകുന്നതിന് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ആ പോയി ഇരിക്കുന്നവരും സ്റ്റേജിൽ നിൽക്കുന്നവനും അന്വേഷിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്, അത് ദൈവത്തെ അല്ല. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു ജനത്തിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാതെ ബോഷ്ക്ക് പ്രസംഗിക്കുന്ന പ്രവാചകന്മാരും ശിഷ്യന്മാരും ശുശ്രൂഷകരും. ദൈവത്തെ അന്വേഷിക്കാതെ ലോകത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്ന ജനത്തിന് ദൈവം കൊടുക്കുന്ന ശിക്ഷാവിധിയുടെ ഭാഗമാണ് ബോഷ്ക്ക് വിശ്വസിക്കാനുള്ള ആ ശാപം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. കർത്താവിനെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ അല്ലാത്ത ഒരു പ്രസംഗവും ഉയരത്തി എന്നുള്ളതല്ല. യേശുക്രിസ്തുവിനെ കൺഫസ് ചെയ്യാത്ത, ക്രിസ്തുവിൻ്റെ നീതിയിലേക്ക് നോക്കിപ്പിക്കാത്ത, അവൻ്റെ
സൗജന്യമായ ആത്മരക്ഷയെക്കുറിച്ച് പറയാത്ത, നമുക്കുള്ള വാഗ്ദത്തങ്ങളെക്കുറിച്ച് പറയാത്ത, യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്താത്ത ഒരു പ്രസംഗവും ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് വരുന്നതല്ല. അത് മനുഷ്യരുടെ കാര്യമാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് വരാതെ മനുഷ്യരുടെ കാര്യം പ്രസംഗിക്കുമ്പോഴെല്ലാം ഉയരത്തിൽ നിന്ന് സാത്താനെ സാത്താനെ എന്നുള്ള വിളി ആ കോൺഗ്രിഗേഷന് മുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ അറിയിച്ചതിന് വിരുദ്ധമായി വേറൊരുത്തൻ പ്രസംഗിച്ചാൽ, അത് ദൂതനിറങ്ങി വന്നിട്ടാണെങ്കിലും അത് ശാപമാണ്. കാരണം നിങ്ങൾക്ക് ബൈബിളിൽ പുതിയ നിയമത്തിൽ ഒരിടത്തും കാണാൻ പറ്റുകയില്ല കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന. കർത്താവ് പറഞ്ഞു, ഈ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ദൈവരാജ്യം അതിൻ്റെ നീതി അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തന്നോളാം, നിങ്ങൾ വിശ്വസിക്കേ. അപ്പോൾ എൻ്റെ മകൻ വന്ന്, അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, വേണ്ടേ പാസ്റ്ററെ, പ്രാർത്ഥിക്കണ്ടേ പാസ്റ്ററെ? ആൾക്കാർക്ക് അതാണ് അങ്ങ് വിടാൻ പറ്റത്തില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ മകൻ എൻ്റെ അടുത്തൊന്ന് ചോദിക്കുകയാണ്, തീർക്കാൻ പോട്ടെ, 1 മിനിറ്റ് ഉള്ളൂ, എനിക്ക് സമയം കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുന്ന ഒട്ടും ഇഷ്ടമില്ല. ഇതിനകത്ത് സമയമല്ല, വേറെ യഥാർത്ഥ സമയം എൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിക്കുക, പപ്പ എനിക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റ് തരണേ. ഞാൻ പറയും തരാം. 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വന്നു, പപ്പ എന്നാടാ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം? തരാമടാ. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും, എന്താടാ? നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓർപ്പിക്കാൻ വന്നതാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പം എൻ്റെ പപ്പ നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരും എനിക്കറിയാം തരും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇരിക്കുക. ഉച്ച കഴിഞ്ഞ് 2-3 പ്രാവശ്യം വന്നിട്ട്, പപ്പ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം. എനിക്ക് ദേഷ്യം വരുമോ സന്തോഷമായിരിക്കും? അവൻ എന്ത് വിശ്വാസമാണെന്നാണോ ഞാൻ ചിന്തിക്കുന്നത്? ഇവൻ എന്താ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാത്തതെന്നാണോ ചിന്തിക്കുന്നത്? പറ. ഇവനിങ്ങനെ ചോദിക്കുന്ന വിശ്വാസം ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ? ആണല്ലോ. അപ്പോൾ ദൈവത്തോട് തരണേ എന്ന് പറയുന്നത് ദൈവം തരാതെ പോകുന്നുള്ള പേടി കാരണമല്ലേ? ആണോ? അങ്ങനെ നമുക്ക് ആത്മാവിനെ മാത്രമേ യാചിക്കാൻ പറ്റൂ. കാരണം ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരാൻ ദാഹിക്കുന്നവർക്ക് ആത്മാവിൻ്റെ നിറവ് ലഭിക്കുന്നത്. അതേ സമയത്ത് ബിരിയാണി ആർക്കും കൊടുക്കാം, ലോകത്തുള്ള സമ്പത്ത് ആർക്കും കൊടുക്കാം. അതിന് കർത്താവ് മരിക്കേണ്ട പോലും കാര്യമില്ല. അതിനുവേണ്ടി വീണ്ടും യാചിക്കേണ്ട കാര്യമില്ല. ദൈവരാജ്യം നമ്മളിൽ വരുന്നതിന് വേണ്ടിയും ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നമ്മൾ അനുസരണമുള്ളവരായാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ എന്ത് വേണമെന്നുള്ള ദൈവം തന്നോളും. അതിന് പിന്നെ പ്രത്യേക വിടുതൽ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. ബൈബിളിൽ ഒരിടത്തും അങ്ങനെ വിടുതൽ പ്രാർത്ഥന കാണാനും ഇല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം പോരാടുമ്പോൾ വഴിതെറ്റിപ്പിക്കാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചേരോട് തന്ത്രങ്ങൾ ഓതി ലോകത്തിൽ നല്ല കാര്യങ്ങളുണ്ട് മക്കളെ, ഈ പുഷ്ടി വരാൻ പോവാണ്, നിങ്ങളുടെ മക്കൾ അഭിവൃദ്ധിപ്പെടാൻ പോവാന്നൊക്കെ പറയുമ്പോൾ പറയണം, എൻ്റെ മക്കളെ ചൊല്ലി കരയാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നല്ല കാലമല്ല വരാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഈ ലോകം തീരാൻ പോവുകയാണ്. അവരും നിന്നെ അറിയണം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്നെൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നാൽ 90% ആൾക്കാരുടെ ശുശ്രൂഷകൾ അവിടെ അവസാനിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നല്ല വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും ജാഗ്രതയുള്ളവരാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, അങ്ങയുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ ആ തേജസ്സിൻ്റെ കാഴ്ച ഞങ്ങളുടെ മുമ്പിൽ എപ്പോഴും, ആ നിത്യമായി ഞങ്ങൾക്ക് അങ്ങയോടൊപ്പം ജീവിക്കാനുള്ള ആ ജീവിതത്തിൻ്റെ സമൃദ്ധി ഞങ്ങളുടെ മുമ്പിൽ എപ്പോഴും അവിടുന്ന് വെളിപ്പെടുത്തി തരണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.